ബേസിക്കലി നമ്മുടെ ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ കഴിഞ്ഞ ജൂൺ 15 തൊട്ട് പത്രവാർത്തകളെല്ലാം സുനിത വില്യംസ് പെട്ടുപോയി. അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ അസ്ട്രോയുടെ കാര്യം പറഞ്ഞില്ലേ, ഒരു 3 കാലമായപ്പോൾ ഗംഗാധരൻ മാസ്റ്റർ എന്നെ വിളിച്ചു കൊടുത്തിട്ട് എഴുന്നേറ്റോ എഴുന്നേറ്റിരിക്കുകയാണ് സുനിത വില്യംസ് വീഴുന്നത് കാണാൻ. അപ്പൊ അത്രയാണ് ആൾക്കാർ അതിലുണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ്. അത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവരൊരു ചെറിയ ഷോർട്ട് വിസിറ്റിന് പോയതാണ്, ഒരു 8 ദിവസത്തെ യാത്രക്ക് വേണ്ടി പോയതാണ്. അവർ ബുച്ച് വിൽബോറിന്റെ ആൾക്കാർ മറന്നു തോന്നുന്നു, അദ്ദേഹത്തെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. അവര് ഒരു പരീക്ഷണ പേടകത്തിലാണ് പോയത്. നിങ്ങൾക്കറിയായിരിക്കും, മനുഷ്യനെ കയറ്റി ഈ ഭൂമിയിൽ നിന്നും പോയി അന്തർദേശീയ ബഹിരാകാശ കേന്ദ്രത്തിൽ എത്തിച്ച് അവരെ സുഖമായി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പേടകത്തിന്റെ മനുഷ്യനെ കയറ്റിയുള്ള ആദ്യ പരീക്ഷണ പറക്കലിലാണ് അവർ രണ്ടുപേരും ഭൂമിയിൽ നിന്ന് പോയത്. അതവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ജൂൺ 5 ആയിരുന്നു, 24 ജൂൺ 5 ആയിരുന്നു അവർ പോയത്. അതവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവര് ഡോക്ക് ചെയ്തു. ഡോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഈ അന്തർദേശീയ ബഹിരാകാശ നിലയത്തിന് 8 ഡോക്കിംഗ് പോർട്ടുകളുണ്ട്. മറ്റു വാഹനങ്ങൾ വന്നാൽ ബർത്ത് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണോ, അല്ലെങ്കിൽ അവിടെ ബർത്ത് ചെയ്ത് കഴിഞ്ഞ് അവര് അന്തർദേശീയ ബഹിരാകാശ നിലയത്തിന്റെ അകത്തേക്ക് കയറി. അവർക്ക് 8 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാനുള്ളതാണ്. അപ്പോഴാണ് ഈ വാഹനത്തില് ഒരു ചെറിയ പ്രശ്നം, ഒരു ഹീലിയം ലീക്ക് എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ പറഞ്ഞു അതിലത്തെ ചില ത്രസ്റ്ററുകൾക്ക് തകരാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 5-6 ദിവസം കഴിഞ്ഞപ്പോ ആ വാഹനത്തിൽ ഇവരെ തിരിച്ചു കൊണ്ടുവരണോന്നൊരു സംശയമായി. അപ്പൊ നാസ ഒരു തീരുമാനം എടുത്തു, ആ വാഹനം തിരിച്ച് കൊണ്ടുവരാൻ, മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട, അത് സേഫ് ആയിരിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ചു. അതോടുകൂടി സുനിത വില്യംസിന്റെയും വിൽബോറിന്റെയും യാത്ര 8 ദിവസം എന്നുള്ളത് മാറി. പിന്നെ പറഞ്ഞത് ഞങ്ങൾ ഉടനെ കൊണ്ടുപോകും, ഇപ്പൊ കൊണ്ടുപോകും, നാളെ കൊണ്ടുപോകും, മറ്റന്നാൾ കൊണ്ടുപോകും എന്നൊക്കെയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് പറഞ്ഞു. ആ വാഹനം മാത്രം തിരിച്ചു കൊണ്ടുവന്നു. അത് ചുരുക്കി പറഞ്ഞാൽ അവരെ അവിടെ കൊണ്ടുവിട്ട് സ്റ്റാർലൈനർ, വെറുതെ പറഞ്ഞപ്പോൾ ബോയിങ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഇഷ്ടംപോലെ വിമാനങ്ങളൊക്കെ ഉണ്ടാക്കി നാസയ്ക്ക് വേണ്ടി ഒരുപാട് പേടകങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ എന്ന് പറയുന്ന പരീക്ഷണ പേടകം ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നത് സേഫ് അല്ലെന്ന് കണ്ട് മടങ്ങി വന്നു. അവിടെയാണ് ഇപ്പൊ വന്ന് ഈ സന്നിഗ്ധാവസ്ഥ ആരംഭിക്കുന്നത്. നമ്മൾ പോയ വാഹനം നമ്മളെവിടെ വിട്ട് തിരിച്ചു വന്നാൽ പിന്നെ നമ്മൾ എങ്ങനെ വരിക? സാധാരണ രീതിയിൽ നമുക്ക് വരാൻ വഴി ആരെങ്കിലും ഒക്കെ കണ്ടുപിടിച്ചു തരണം അല്ലേ? അതാണ് അവർക്ക് സംഭവിച്ചത്. പിന്നെ ഉടനെ പറഞ്ഞു അവരെ അവിടെ അന്ന് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വാഹനത്തിന്റെ അകത്ത് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ആ വാഹനത്തിനകത്ത് അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല, അതിന്റെ സ്പേസ് സൂട്ട് പാകമാവില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളത് കുറച്ചും കൂടി വിപുലമായി ആലോചിച്ച് നോക്കിയാലേ ആ വാഹനത്തിൽ അവരെ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ആ വാഹനത്തിൽ കൊണ്ടുവരേണ്ടവർ ക്രൂ 8 എന്നായിരുന്നു ആ പേടകത്തിന്റെ പേര്. ആ കൊണ്ടുവരേണ്ടവർ അതിൽ പോയവരാണ്. അതിൽ പോയ 4 പേര് അവിടെ ഉണ്ടല്ലോ, അവർക്ക് തിരിച്ചു വരണമല്ലോ. അതിഥികൾക്ക് തിരിച്ചു വരാൻ വേണ്ടി പോയവരവിടെ വിട്ടിട്ട് വരാൻ പറ്റില്ല. അപ്പൊ 2 പേരവിടെ പെട്ടുപോയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ക്രൂ 8 തിരിച്ചു വന്നു. പിന്നെ പറഞ്ഞു അവരടുത്ത പേടകത്തിൽ ക്രൂ 9 കൊണ്ടുവരുമെന്ന്. എനിക്ക് തോന്നുന്നു ഞാൻ ദേശാഭിമാനിൽ ഈ കാലയളവിൽ 3 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് തപ്പിയ കിട്ടും. അപ്പം ക്രൂ 9 കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ക്രൂ 9 കൊണ്ടുവരണമെങ്കിൽ ക്രൂ 9 2 പേരെയും കൊണ്ട് ഭൂമിയിൽ നിന്ന് പോയി. എന്നിട്ട് അതവിടെ അവരാണിപ്പൊ തിരിച്ചു വന്നത്. എന്താണ്, നിക് ഹേഗും അലക്സാണ്ടർ ഗുർബുനോ എന്ന് പറഞ്ഞ 2 പേര് സുനിത വില്യംസിനോട് തിരിച്ചു വന്നില്ലേ, ആ 2 പേര് ഈ ക്രൂ 9 അങ്ങോട്ട് പോയവരാണ്. അപ്പൊ അതിൻ്റെ അകത്തൊരു നല്ല ക്രൗഡായി. 7 പേർക്ക് താമസിക്കുന്ന സ്ഥലത്ത് 7 കൂടുതൽ ആൾക്കാർ താമസമായി. ഇപ്പൊ ഏറ്റവും അവസാനം നേരത്തെ പറഞ്ഞിരുന്നതാണ്, ക്രൂ 10 അവിടെ എത്തിയാൽ, അവിടെയുള്ള ആൾക്കാർ റിലീവ് ചെയ്താൽ, 4 പേർ റിലീവ് ചെയ്താൽ ക്രൂ 9 ഇവർ 4 പേര് തിരിച്ചു വരും. ആരൊക്കെ? സുനിത വില്യംസും ബുച്ച് വിൽബോറും പിന്നെ അതിൽ അങ്ങോട്ട് പോയ നിക് ഹേഗും പിന്നെ അലക്സാണ്ടർ ഗുർനോവും, ഇവർ 4 പേരും കൂടി ഇതിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞാണ്. പക്ഷെ പെട്ടെന്ന് രാഷ്ട്രീയം മാറിയപ്പോൾ പറഞ്ഞു അത് അമേരിക്കൻ പ്രസിഡന്റ് ആജ്ഞാപിച്ചു, അങ്ങനെ അവർ വരണമെന്ന്. ഇപ്പോൾ എലോൺ മസ്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പണ്ടേ കഴിഞ്ഞ 3-4 മാസം മുമ്പ് തന്നെ നമ്മൾ എല്ലാവരും പറഞ്ഞാണ് അവർ ഈ 9 വരുമെന്ന്. അപ്പൊ അവരെ വൈകിയതല്ല, പെട്ടുപോയത് കൊണ്ട് അതൊരു വലിയ വാർത്തയായി. എന്നിട്ട് അവരെ കഴിഞ്ഞ 19 അല്ലേ, ബുധനാഴ്ച അല്ലേ, രാവിലെ 8:30 മണിക്ക് അവരെ ഈ പേടകത്തിന്റെ കയറ്റി ഒരു 2 മണിക്കൂർ അവരെ ഡ്രസ് ചെയ്യാനും സൂട്ടിടാനും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് 10:30 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു.
ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്നത് അവിടുന്ന് ഭൂമിയിലെത്താൻ ഈ 420 കിലോമീറ്റർ ഉയരത്തിലാണ് അന്തർദേശീയ ബഹിരാകാശ നിലയം. അവിടെ നിന്നും ഭൂമിയിലെത്താൻ എന്തിനാണ് ഈ 17 മണിക്കൂർ എന്നൊക്കെ ചോദിക്കും. അത് ഞാൻ പറഞ്ഞുതരാം എന്തിനാണെന്ന്. റഷ്യയുടെ വാഹനം എത്ര പെട്ടെന്നാണ്, സോയൂസ് വാഹനം 3.5 മണിക്കൂർ കൊണ്ടല്ലേ എത്തുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവര് 17 മണിക്കൂർ എടുത്തു. പിറ്റേന്ന് രാവിലെ നമ്മുടെ ബുധനാഴ്ച കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ 3:27 2:30 മണിയായപ്പം അവർ ബഹിരാകാശത്ത് നിന്ന് ആകാശത്തിലേക്ക് പ്രവേശിച്ചു. ആകാശം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുകളിലെ 100 കിലോമീറ്റർ വരെയാണ് നമ്മൾ ആകാശം എന്ന് പറയുക. അതിന്റെ മുകളിലുള്ള സ്ഥലത്തെയാണ് പൊതുവെ ബഹിരാകാശം എന്ന് വീക്ഷിക്കുന്നത്. ഇപ്പൊ ആകാശത്തേക്ക് കടന്നു. അപ്പൊ അവിടെ കയറുമ്പോഴേ അത്യധികം ചൂടുണ്ടാവും. വായു കണികകളിൽ തട്ടിയിട്ട് ഈ പേടകം നല്ല വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ഘർഷണം കൊണ്ട് ഈ പേടകത്തിന്റെ വായുവിൽ കൂടി കടക്കുന്ന ഭാഗം, നിങ്ങൾ കാണുന്ന മൊനയുള്ള ഭാഗം വഴിയല്ല അത് ചൂടാവുന്നത്, മറുഭാഗത്താണ്. അത് ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതുവഴി നല്ല ചൂടായി അത് കുറെ താഴെ വന്നപ്പോൾ അവരുടെ ആദ്യത്തെ 2 പാരച്യൂട്ട് തുറന്നു, പിന്നെ 3 പാരച്യൂട്ട് കൂടി തുറന്നു. അങ്ങനെ 5 പാരച്യൂട്ട് ബലത്തിൽ പതുക്കെ വന്നു ഫ്ലോറിഡ ബീച്ചിൽ കടലിലിറങ്ങി. പിന്നെ നിങ്ങൾ കണ്ടോന്നറിയില്ല ടിവിയിൽ, അവർ കടലിലിറങ്ങി സ്പ്ലാഷ് ഡൗൺ എന്നാണ് ഇതിന് പറയാ. എല്ലാ പേടകങ്ങളും അങ്ങനെ സ്പ്ലാഷ് ഡൗൺ അല്ല. സോവിയറ്റ് യൂണിയന്റെ പേടകങ്ങളെല്ലാം കരയിലാണ് ഇറങ്ങുന്നത്, അവർ കടലിൽ ഇറങ്ങുന്നേ ഇല്ല. നമ്മുടെ സ്പേസ് ഷട്ടിൽ എന്ന് പറയുന്ന വാഹനം വിമാനം ഇറങ്ങുന്നത് പോലെയാണ് ഇറങ്ങുന്നത്. ഇത് സ്പ്ലാഷ് ഡൗൺ ആണ്. അതാണ് ഏറ്റവും സൗകര്യം. അമേരിക്കക്കാർ ആദ്യം തൊട്ടേ സ്പ്ലാഷ് ഡൗൺ ആണ് ഉപയോഗിക്കുന്നത്. വെരി ഫസ്റ്റ് ചന്ദ്രനിൽ പോയി വന്നവരും എല്ലാവരും ഇങ്ങനെ കടലിലാണ് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് ഒരു ബോട്ടിൽ ഒരാൾ പോയി ഇതിനെ കെട്ടി വലിച്ചൊരു കടലിൽ കപ്പലിൽ കൊണ്ട് കയറ്റി. അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ ഇഷ്ടംപോലെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് അവരിറക്കി വീൽ ചെയറിലാണ് കൊണ്ടുവന്നത്. കാര്യം അവർക്ക് ബഹിരാകാശത്ത് വന്നവർക്ക് അങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂല. കാര്യം അവർ കുറേ ദിവസം ഗുരുത്വാകർഷണം അനുഭവപ്പെടാത്ത ഒരവസ്ഥയിൽ ജീവിച്ചവരാണ്. അവരെ കാലൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റി 45 ദിവസം കഴിഞ്ഞിട്ട് ഒരു ബന്ധുക്കളൊക്കെ കാണാം. അതാണ് ഈ യാത്ര ശരിക്കും വളരെ റേഷണലായി നോക്കിയാൽ ഒരു അസാധാരണ സംഭവമൊന്നുമല്ല. ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ആൾക്കാരോട് പെട്ടുപോയിട്ടുണ്ട്, വാഹനം അയച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഈ വ്യക്തിക്ക്, ഈ സുനിത വില്യംസ് എല്ലാവർക്കും വളരെ പ്രിയങ്കരിയാണ്. ഒന്നാമത് അവള് വളരെ സോഫ്റ്റ് സ്പോക്കൺ ആണ്. അവരുടെ ദൗത്യങ്ങളിൽ കുറെ വീഡിയോകളുണ്ട്. കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഇവരെ വലിയ ഇഷ്ടമാണ്. പിന്നെ വല്ലാത്തൊരു പെരുമാറ്റം, നല്ലൊരു ചിരി. പിന്നെ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ചും അവരുടെ അച്ഛൻ ഇന്ത്യക്കാരനാണ്, ദീപക് പാണ്ഡ എന്ന് പറയുന്ന ആളുടെ മകളാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ വരുന്നവരാണ്, ഇന്ത്യൻ ഭക്ഷണം ഇഷ്ടമുള്ളവരാണ്, ഇന്ത്യൻ പുരാണങ്ങളും കഥകളും ഒക്കെ കേട്ട് വളർന്നവരാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് അവരെ വലിയ പ്രിയമാണ്. പിന്നെ ലോകത്തിന് തന്നെ അവരെ പ്രിയമാണ്. അവരൊക്കെ സാർ മ്യൂട്ടായി പോയി. സാർ മ്യൂട്ടാണ്. സാറിന് മനസ്സിലാക്കി കേൾക്കണില്ല. സാർ കേൾക്കണില്ല. അത് ഫോണിൽ വിളിക്കേണ്ടി വരും. ഗഫൂറെ ഒന്ന് വിളിച്ചോ. ഒറ്റ മിനിറ്റ്, എനിക്ക് ഇവിടുന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഞാൻ മൗസ് തൊട്ടപ്പോ എന്ത് പറ്റിയ കൈ വെറുതെ ഇരിക്കില്ല, കൈക്കൊരു ദോഷമുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ട്. അപ്പോ ഇതാണ് ഈ സുനിത. പൊതുവെ പെൺകുട്ടികൾക്കും വനിതകൾക്കും എല്ലാവർക്കും ഒരു പ്രിയങ്കരിയായ ഒരാളാണ്. പിന്നെ പെട്ടുപോയി എന്നുള്ളൊരു തോന്നൽ ആദ്യമേ ഉണ്ടായിരുന്നു. ഒരു ജൂൺ 5-ാം തീയതി പോയിട്ട് ജൂൺ 20-ാം തീയതി ഒക്കെ ആയപ്പോഴൊക്കെ അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ ആൾക്കാർക്കൊരു വ്യാകുലതയായി, ഇവർക്ക് എന്ത് പറ്റും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാല് അന്തർദേശീയ ബഹിരാകാശ നിലയത്തെ താമസത്തെ പറ്റിയൊക്കെ ആൾക്കാർ വളരെ നന്നായി അറിഞ്ഞു തുടങ്ങിയത് സുനിത വില്യംസ് ഇപ്പോഴവിടെ പോയപ്പോഴാണ്. ഇതിനു മുമ്പ് 2 പ്രാവശ്യം അവരവിടെ പോയിട്ടുണ്ട്. അവർ 300 ജില്ലാ ദിവസം അവിടെ താമസിച്ചിട്ടുണ്ട് 2 ദിനമായിട്ട്. അന്നേരമൊക്കെ അവരുടെ വീഡിയോ ഇങ്ങനെ തലകുത്തി നിന്ന് പല്ല് തേക്കുന്നതും, ഇങ്ങനെ കാല് മേലോട്ടിട്ടിട്ട് ഉറങ്ങാൻ പോകുന്നതും, കുളിക്കാതിരിക്കുന്ന, മുടി പറത്തിയിട്ടുള്ള വീഡിയോ ഒക്കെ ഇഷ്ടംപോലെ കുറെ കൊല്ലം മുമ്പ് എല്ലാം ഇങ്ങനെ സുനിത വില്യംസിന്റെ വീഡിയോ വളരെ വളരെ പോപ്പുലർ. ഇതാണ് കാര്യം. അപ്പോ ഇതിന്റെ ബേസില് എന്നോട് ഗഫൂർ പറഞ്ഞത് ബഹിരാകാശ യാത്രകളെ കുറിച്ച്, ഇവരുടെ യാത്രയല്ല, യാത്രകളെ കുറിച്ച് കൂടി എന്തെങ്കിലുമൊക്കെ പറയണമെന്നതാണ്. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ
ബഹിരാകാശ യാത്രയും സുനിത വില്യംസിന്റെ തിരിച്ചു വരവെന്ന് പറഞ്ഞത്. ഈ ബഹിരാകാശ യാത്രകളെ പറ്റി പറഞ്ഞാലേ നമുക്ക് റോക്കറ്റുകളാണ് ബഹിരാകാശത്ത് പോകുന്ന വാഹനങ്ങൾ അല്ലേ? റോക്കറ്റുകൾ എത്ര തരമുണ്ട്? സാധാരണ റോക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ തുമ്പയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ചെറിയ റോക്കറ്റുകൾ. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ബുധനാഴ്ച വൈകിട്ട്, എനിക്ക് ഒന്നാമത്തെ ബുധനാഴ്ചയാണെന്നത്, ഇപ്പോഴും അവിടുന്ന് റോക്കറ്റ് വിക്ഷേപിക്കുന്നുണ്ട്. അത് ഒരു 100 കിലോമീറ്ററും ഒരു 20 കിലോമീറ്റർ അല്ലെങ്കിൽ 30 കിലോമീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്റർ ഉയരത്തിൽ പോയിട്ട് ഭൂമിയിലേക്ക് തിരിച്ചു വീഴും. അതാണ് സാധാരണ ശാസ്ത്ര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സൗണ്ടിങ് റോക്കറ്റുകൾ എന്ന് പറയുന്ന റോക്കറ്റുകൾ. ഇത് 2ാം ലോകമഹായുദ്ധ കാലത്ത് നാസി ജർമ്മനിയാണ് ഇപ്പോഴുള്ള റോക്കറ്റിന്റെ ഒരു ആദിമ രൂപം നന്നായി പരിഷ്കരിച്ചുണ്ടാക്കിയത്. അപ്പൊ യുദ്ധം കഴിഞ്ഞപ്പോ പല രാജ്യങ്ങളും അവരുടെ അവശിഷ്ടങ്ങളും രേഖകളും ഒക്കെ കൊണ്ടുപോയിട്ട് അവർ നിർമ്മിച്ചതാണ് ഇന്ന് കാണുന്ന നമ്മുടെ റോക്കറ്റുകളുടെ എല്ലാം പിതാമഹന്മാര്. അതാണ് ഒരു റോക്കറ്റ്. ആ റോക്കറ്റിന് ഇപ്പൊ വലിയ പ്രസക്തി ഒന്നുമില്ല, ചെറിയ റോക്കറ്റ്. അതുപോലത്തെ ചെറുത് തന്നെയാണ് പണ്ട് കാലത്തെ മിസൈലുകളും ഒക്കെ. കുറെ കൂടി വലിയ റോക്കറ്റുകളുണ്ട്. ഈ ആദ്യകാലത്ത് നമ്മുടെ സ്പുട്നിക്കിന്റെ കാലം ഓർക്കുന്നുണ്ടാവുമല്ലോ എല്ലാവരും. സ്പുട്നിക് വിക്ഷേപിച്ചതൊക്കെ ഈ വലിയ റോക്കറ്റ്. അതായത് അന്ന് ഈ ശീതസമരം, സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ ശീതസമരം നടക്കുന്ന കാലത്ത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ, മറ്റൊരു വൻകരയിൽ ബോംബിടാൻ പറ്റിയ അത്ര ദൂരത്ത് സഞ്ചരിക്കാവുന്ന അത്രയും വലിയ ഒരു ലോഡ് കൊണ്ടുപോകാൻ സാധിക്കുന്ന വലിയ റോക്കറ്റ് R7 എന്നാണ് അതിന്റെ പേര്. അങ്ങനെയുള്ള വലിയ റോക്കറ്റുകൾ ഉണ്ടാക്കി. പിൽക്കാലത്താണ് ഈ സ്പുട്നിക്കിന് ശേഷമാണ് ബഹിരാകാശത്ത് ഭൂമിയെ ചുറ്റിക്കൊണ്ട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി. അത് ഒരു വലിയ ബ്രേക്ക് ത്രൂ ആയിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ സ്പുട്നിക്കിന് ശേഷം പിന്നെ തുരുതുരാ വിക്ഷേപണ വാഹനങ്ങൾ ഉപയോഗിച്ച് ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുകയായിരുന്നു. ഉപഗ്രഹങ്ങളുടെ ഉപയോഗമൊക്കെ ആയി അതങ്ങ് പോയി. അത് പോട്ടെ, അത് നമ്മൾ ഇന്നത്തെ വിഷയമേ അല്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൽ മനുഷ്യനെ കയറ്റാമെന്ന് തോന്നിയത്. നിങ്ങൾക്കറിയാമായിരിക്കും, ആദ്യത്തെ മനുഷ്യനെ കയറ്റിയ യൂറി ഗഗാറിനെയാണ്. ആ കഥയൊന്നും പറഞ്ഞ് നമ്മൾ എവിടെ എത്തൂല, എന്നാലും ഞാൻ പറയാം. അന്ന് പലരും വിചാരിച്ചിരുന്നു ഇയാൾ അവിടെ വെച്ച് മരിച്ചു പോകുന്നു. കാര്യം ബഹിരാകാശത്ത് പോയാൽ ഇദ്ദേഹത്തിന് എന്താ സംഭവിക്കുക? കൈയനക്കാൻ പറ്റുമോ, കാലനക്കാൻ പറ്റുമോ, റേഡിയേഷൻ കൊണ്ട് ഇയാൾ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പറഞ്ഞ്, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വായിച്ചു നോക്കി അറിയാം. ഈ യൂറി ഗഗാറിനോട് പറഞ്ഞിരിക്കുന്നത് കൈയും കാലും ഒന്നും അനക്കരുത്, മിണ്ടാതിരിക്കണം, എല്ലാം ഓട്ടോമാറ്റിക് ആണ്. നിങ്ങൾ ഭൂമിയിൽ വരുമ്പോൾ പാരച്യൂട്ട് വരെ ഓട്ടോമാറ്റിക് ആണ്, വീണ എണീറ്റാൽ മാത്രം മതി, അതുവരെ ഒന്നും ചെയ്യരുതെന്നൊക്കെയാണ് പറഞ്ഞു വിട്ടിരുന്നത്. എന്നിട്ട് കൊറോളയോ എന്ന് പറയുന്നത് എന്റെ മാസ്റ്റർ, എനിക്ക് അത്യാവശ്യം വേണമെങ്കിൽ, അന്ന് ഇങ്ങനത്തെ ഇന്നത്തെ കാലത്തെ കമ്പ്യൂട്ടർ ഒന്നും അല്ല കേട്ടോ. കമ്പ്യൂട്ടർ ചില കോഡുകളൊക്കെ പറഞ്ഞു കൊടുത്തെന്നൊക്കെ കഥയാണ്. അതുകൊട്ടെ. അപ്പോ മനുഷ്യൻ ബഹിരാകാശത്ത് പോകാമെന്ന് തെളിയിച്ചത് ഈ ഒരു യാത്രയിലാണ്. അത് കഴിഞ്ഞപ്പോ അമേരിക്കക്കാരിങ്ങനെ ഒപ്പത്തിനൊപ്പം എത്താൻ വേണ്ടി ഒന്നിന്റെ ഒപ്പം എത്താൻ വേണ്ടി നിൽക്കുകയല്ലേ. അപ്പൊ അമേരിക്കക്കാരുടെ എന്താണ്, അത് ഞാൻ പറയാം, ആ കഥകളൊക്കെ ഞാൻ പറയാം. അപ്പൊ എനിക്കൊരു 3 തരത്തിലാണ്. നമ്മളിപ്പോ ഇതിലത്തെ അവസാനത്തെ ഭാഗമാണ്. മനുഷ്യൻ ബഹിരാകാശത്ത് പോയ കാര്യം മാത്രമാണ് നമ്മൾ ഇന്ന് ഈ അരമണിക്കൂർ കൊണ്ടോ മറ്റും പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി 2 കാര്യങ്ങളും വേറൊരു സന്ദർഭത്തിൽ ഉണ്ടാക്കിയാൽ പറയാം. ഉപഗ്രഹങ്ങളുടെ ഉപയോഗങ്ങളും റോക്കറ്റുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നതും അത് മനുഷ്യൻ എന്തിനാണ് വേണ്ടതെന്നൊക്കെ പറയാം. അതൊക്കെ ഒരുപാട് ആവശ്യമുള്ള മനുഷ്യന് ഉപകാരപ്രദമായ കാര്യങ്ങളാണ്. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു എക്സൈറ്റ്മെന്റ് ആണ്, ഒരു സയൻസ് ആണ്. മനുഷ്യനൊരു എക്സൈറ്റ്മെന്റ് ആണ്. നമുക്ക് ബഹിരാകാശത്ത് പോയി താമസിക്കാം, എന്നിട്ട് അവിടെ ഇങ്ങനെ പറന്ന് നടക്കാം, എന്നിട്ട് അത് നമുക്ക് കാണാം, അവിടെ കുറെ പരീക്ഷണങ്ങൾ നടത്താം, ഗുരുത്വാകർഷണം അനുഭവപ്പെടാത്ത അവസ്ഥയിൽ നമുക്ക് ബയോളജി പരീക്ഷണങ്ങൾ നടത്താം, നമുക്ക് കെമിസ്ട്രി പരീക്ഷണങ്ങൾ നടത്താം, മെറ്റലർജി നടത്താം. ഭൂമിയിലെ മനുഷ്യന് ഭാവിയിൽ ജീവിക്കാൻ ഉതകുന്ന ഒരുപാട് കാര്യങ്ങൾ, ഭൂമിയിൽ ചെയ്യാൻ പറ്റാത്തത് അവിടെ വെച്ച് ചെയ്ത് പഠിക്കാൻ പറ്റിയുള്ള ഒരു ശാസ്ത്ര ശാഖയാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട്. അന്തർദേശീയ ബഹിരാകാശത്തിലെ തന്നെ ഒരു പ്രധാന പരീക്ഷണശാലയാണ്. അപ്പോ അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. എന്നെയാണോ ഹലോ എന്ന് പറഞ്ഞത്? അപ്പൊ നമുക്ക് സുനിതയുടെ യാത്രകളിലേക്ക് വരാം. സുനിതയാണല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം. ഈ അമേരിക്കയുടെ പ്രസിഡന്റ് നിക്സൺ ആയിരുന്ന കാലത്ത്, എനിക്കൊന്ന് 1972 കാലത്തായിരുന്നു, റോക്കറ്റുകളെ നമ്മൾ അടിസ്ഥാനമായി നോക്കിയ റോക്കറ്റുകള് ഇങ്ങനെ 3-4 സ്റ്റേജിലുള്ള റോക്കറ്റുകൾ നിങ്ങൾ PSLV GSLV എന്നൊക്കെ കിട്ടുകയാണ് നമ്മുടെ റോക്കറ്റുകൾ. അത് 4 സ്റ്റേജാണ് PSLV. ഇത് 4 സ്റ്റേജ് ഇഗ്നൈറ്റ് ചെയ്ത് ഭൂമിയിൽ നിന്ന് വിട്ടാല്
കുറച്ച് കഴിയുമ്പോൾ ആദ്യത്തെ സ്റ്റേജ് ഉപയോഗം കഴിഞ്ഞ് താഴെ വീഴും. കുറച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജ് അതുപോലെ വീഴും. ഈ നാലാമത്തെ സ്റ്റേജാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇത് റോക്കറ്റിന്റെ ഒരു 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 ഫിസിക്സ് ആണ്. എന്തുകൊണ്ടാ വെച്ചാൽ ആവശ്യമില്ലാത്ത വെയിറ്റ് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം എക്സ്പെൻഡബിൾ ആണ്, അതായത് ചെലവായി പോകുന്നതാണ്. ഒരു റോക്കറ്റ് എത്ര 200 കോടി രൂപ ചെലവ് എന്നൊക്കെ പറയും നമ്മൾ ഇന്ത്യൻ കണക്കിൽ, അല്ലെങ്കിൽ 300 കോടി രൂപ ചെലവിൽ റോക്കറ്റ് വിക്ഷേപിച്ചാൽ ഈ 300 കോടി രൂപയുടെ സാധനം കത്തിയും കടലിൽ വീണും പോകും. അപ്പൊ അടുത്ത റോക്കറ്റ് വേണമെങ്കിൽ വീണ്ടും ഈ 200 കോടിയുടെ 300 കോടിയുടെ വീണ്ടും ഉണ്ടാക്കണം. ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വീണ്ടും ഉപയോഗിക്കാവുന്ന റോക്കറ്റുകൾ എന്നൊരു കൺസെപ്റ്റ് വന്നത്. ഒരു പ്രാവശ്യം ഉപയോഗിച്ച റോക്കറ്റുകൾ പോയി തിരിച്ചു കൊണ്ടുവന്നാൽ പോരാ, തിരിച്ച് എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്ത് ഭൂമിയിൽ നിന്ന് റീഫർബിഷ് ചെയ്ത് രണ്ടാമത് ഉപയോഗിക്കുക. അങ്ങനെയാണ് സ്പേസ് ഷട്ടിൽ എന്ന ആശയം വന്നത്. സ്പേസ് ഷട്ടിൽ നിങ്ങൾ പടം കണ്ടു കാണും. 2 ഹ്യൂജ് ടാങ്കുകൾ, വലിയ 2 ടാങ്കുകൾ, 2 ബൂസ്റ്ററുകൾ, അതിന്റെ മേലെ വിമാനം പോലുള്ള ഒരു പേടകം. അപ്പം ഇതില് ഈ ടാങ്കുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം കടലിൽ വീണ എടുത്തുകൊണ്ടുവന്ന് രണ്ടാമത് ഉപയോഗിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, ഈ ഒരു വിക്ഷേപണത്തിൽ പൂർണ്ണമായും നശിച്ചു പോകുന്ന വാഹനങ്ങൾക്ക് പകരം വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന വാഹനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സ്പേസ് ഷട്ടിൽ ഉണ്ടാക്കിയത്. ഒരു വളരെ വലിയ സ്പേസ് ഷട്ടിലിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമായി ഓർക്കുന്നത് കൽപ്പന ചൗളയായിരിക്കും. അത് ഞാൻ പറയാം, കൽപ്പന ചൗള. പക്ഷെ അതിന് മുമ്പ് 1-2 ചെറിയ കാര്യങ്ങൾ പറയട്ടെ. ഇത് 135 തവണ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു 37 തവണ പോയത് അന്തർദേശീയ ബഹിരാകാശ നിലയത്തിലേക്കാണ്. ബാക്കിയെല്ലാം എന്തിനാണ് പോയതെന്ന് ചോദിക്കും. ബാക്കിയെല്ലാം പോയത് ഉപഗ്രഹം വിക്ഷേപിക്കാൻ. നമ്മൾ ഹബിൾ ടെലസ്കോപ്പിനെ പറ്റി കേട്ടിട്ടില്ലേ? ഹബിൾ സ്പേസ് ടെലസ്കോപ്പിനെ കുറിച്ച്. ഹബിൾ ടെലസ്കോപ്പിന്റെ ഉണ്ടാക്കാൻ, അവിടെ വിക്ഷേപിക്കാൻ വേണ്ടിയും ഷട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കാലത്ത് നമ്മുടെ ഒരു ഷട്ടിൽ ബസ് പോലെ കോഴിക്കോടോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടുന്ന ചെറിയ ടൗൺ ബസ് പോലെ ഇങ്ങനെ ഇടയ്ക്കിടെ പോയി വരാനുള്ള ഒരു സൗകര്യമായിരുന്നു സ്പേസ് ഷട്ടിൽ. ഞാൻ പറഞ്ഞില്ലേ, 30 കൊല്ലം കൊണ്ട് 135 ദൗത്യങ്ങൾ നടത്തിയ ഒരു വാഹനം പിൽക്കാലത്ത് വേണ്ടെന്ന് വെച്ചു. വേണ്ടെന്ന് വെക്കാനുള്ള കാരണം അതിന്റെ താങ്ങാൻ പറ്റാത്ത ചെലവാണ്. ഇത് പുനരുപയോഗമായാലും താങ്ങാൻ പറ്റാത്ത ചെലവാണ്. അമേരിക്കക്കാർക്ക് പോലും താങ്ങാൻ പറ്റാത്ത ചെലവാണ്. ഇതിൽ 2 കാര്യം ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു. ഒന്ന് ഹബിൾ ടെലസ്കോപ്പ്, അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ അന്തർദേശീയ ബഹിരാകാശ നിലയം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കൂടി ഒരു കാര്യം പറയാം. അത് ഒന്നിച്ചവിടെ ഉണ്ടാക്കി വെച്ചതല്ല. നമ്മളുടെ മോഡുലർ കിച്ചൺ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടുപോയി ആദ്യം, അതിനൊരു കഥയുണ്ട്. അതുകൊട്ടെ, ആദ്യം ഒരു റഷ്യക്കാരുടെ ഒരു വലിയ മോഡ്യൂൾ അവിടെ കൊണ്ടുപോയി, രണ്ടാമത് ഒരു അമേരിക്കക്കാരുടെ മോഡ്യൂൾ കൊണ്ടുപോയി അവിടെ ഘടിപ്പിച്ച്, അങ്ങനെ ഘടിപ്പിച്ച് ഒരു ഫുട്ബോൾ ഫീൽഡിന്റെ അത്ര വലിയ ഒരു സാധനം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോ. അതിപ്പോ 2 കൊല്ലത്തിനുള്ളിൽ റഷ്യക്കാർ അതിന്റെ സഹകരണം നിർത്തുമെന്ന് പറയുന്നു. തിരിച്ച് ഭൂമിയിൽ കൊണ്ടുവരാൻ ഒരു കരാറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോട്ടെ. അപ്പോ അതിലേക്ക് ആൾക്കാരെയും കാർഗോ വേണം. ഇവർക്ക് ജീവിക്കാൻ ഭക്ഷണം വേണം, വെള്ളം വേണം, ഓക്സിജൻ വേണം. ഈ കാർഗോ കൊണ്ടുപോകാനുള്ള ഒരു പേടകമായിട്ട്, വാഹനമായിട്ടാണ് ഈ സ്പേസ് ഷട്ടിൽ. ഒരു ബഹിരാകാശത്ത് പോയിരുന്ന ഒരു പ്ലെയിൻ പോലെയാണ് അത് ഉപയോഗിച്ചിരുന്നത് ഷട്ടില് 30 കൊല്ലം കൊണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിന്റെ ഈ വിമാനം പോലുള്ള സാധനത്തിന്റെ മുൻവശത്ത് നല്ല ഒന്നാന്തരം മറ്റേ തെർമൽ ടൈൽസ് ഒക്കെ ഉണ്ട്. അതായത് 1600-1700 ഡിഗ്രി ചൂടായിട്ട് ആണ്. എന്നാലും ഒന്നും സംഭവിക്കാത്ത അങ്ങനെയാണ് അവർ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നത്. ഈ ചൂടിന്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ കൽപ്പന ചൗള ഓർക്കുന്നത്. കൽപ്പന ചൗള ഷട്ടിൽ പോയതാണ് അല്ലെ? കൊളംബിയ എന്ന് പറഞ്ഞ ഷട്ടിലാണ് അവർ പോയത്. അവർ തിരിച്ചു വരുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ കയറിയപ്പോൾ അവരുടെ വാഹനത്തിന്റെ അകത്ത് ചൂട് കൂടിക്കൊണ്ട് അവർ 7 പേരും കത്തി നശിച്ചുപോയി. അതാണ് അതിനൊരു കാരണം പറയുന്നത്. പോകുമ്പോൾ തന്നെ അവരുടെ ഈ താപ തടസ്സം ഉണ്ടാക്കുന്ന ടൈലിൽ ഒരെണ്ണം ഇളകിപ്പോയിരുന്നു. അത് ആരും ശ്രദ്ധിച്ചില്ല. തിരിച്ചു വന്നപ്പം അതിന്റെ അകത്ത് കൂടി ചൂടകത്ത് കയറിയിട്ടാണെന്നൊക്കെ പറയുന്നത്. ഷട്ടിലിൽ വേറെ അപകടങ്ങളുണ്ടായിട്ട് ചാലഞ്ചർ എന്ന് പറഞ്ഞ ഒരു അപകടം 1986 ഒരു സ്കൂൾ ടീച്ചർ അടക്കം 7 പേര് വിക്ഷേപണം കഴിഞ്ഞൊരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ, അതായത് വിക്ഷേപണ തറയിൽ നിന്ന് സെക്കൻഡ് കഴിഞ്ഞപ്പം ഭൂമിയുടെ അടുത്ത് വെച്ച് മരിച്ചു പോയൊരു കഥയുണ്ട്. അതിനൊരു കാരണമുണ്ട്. അത്യധികം ശൈത്യമായിരുന്നു അന്ന് അവിടെ. ശൈത്യമായപ്പോഴേ നമ്മൾ ഓറിംഗ് ഇല്ലേ, ഹോക്കിൻസ് പ്രഷർ കുക്കറിലൊക്കെ ഒരു റിങ് ഉപയോഗിക്കില്ലേ, അത്തരം ഓറിങ്ങുകളെ കൊണ്ട് കണക്ട് ചെയ്ത ചില ഭാഗങ്ങൾ ഈ ഓറിങ് അത്യധികം തണുപ്പായതുകൊണ്ട് ബ്രിട്ടിലായിപ്പോയി. ഇപ്പൊ റോക്കറ്റ് ജ്വലിപ്പിച്ചപ്പം ആ ഓറിങ്ങിന്റെ അകത്തുകൂടി ആ ബ്രിട്ടിലായ ഓറിങ് പൊട്ടി ലീക്ക് വന്ന് പ്രൊപ്പലന്റ് ഒക്കെ പുറത്തു വന്നിട്ട് എക്സ്പ്ലോഡ് ചെയ്തിട്ടാണ് അവർ മരിച്ചത്. ഇങ്ങനെ കുറെ 2-3 ദുരന്തങ്ങൾ ഉണ്ടായ, എന്നാലും മനുഷ്യൻ ഓർമ്മിക്കാവുന്ന അല്ലെങ്കിൽ മനുഷ്യൻ ഇതുവരെ ഉണ്ടാക്കിയതിൽ
ഞാൻ പറയും ഏറ്റവും വലിയ, എൻ്റെ എല്ലാ എഞ്ചിനീയർമാരും പറയും ഏറ്റവും വലിയ കോംപ്ലക്സ് ആയ ഒരു സാധനമാണ് സ്പേസ് ഷട്ടിൽ. ഇപ്പം ബഹിരാകാശ യാത്രകൾ പറഞ്ഞപ്പോൾ ഷട്ടിലിനെ പറ്റി ഞാൻ പറഞ്ഞു. ഇത് പറയാൻ വേണ്ടി നിമിത്തമായത് സുനിത വില്യംസ് ഷട്ടിലിൽ യാത്ര പോയി എന്നത് കൊണ്ടാണ്. ഇപ്പൊ രണ്ടാമത്തെ യാത്ര സുനിത വില്യംസ് പോകാൻ ശ്രമിച്ചപ്പോഴേക്ക് ഷട്ടിലില്ല. ഷട്ടില് 2011 ഷട്ടിലിന്റെ യാത്രകൾ അവസാനിപ്പിച്ചു. അപ്പോൾ ബഹിരാകാശ നിലയം അവിടെ കിടക്കുന്നു, അവിടെ കുറച്ച് ആൾക്കാർ കിടക്കുന്നു. അവിടെ പോയിട്ട് വരണം, പോയവർക്ക് തിരിച്ചു വരണം, വീണ്ടും ആൾക്കാർക്ക് പോകണം, ഇവിടെ സ്ഥിരമായി താമസിപ്പിക്കാൻ പറ്റൂല. ആ അവസ്ഥയിലാണ് റഷ്യയുടെ സോയൂസ് എന്നൊരു പേടകം. സോയൂസ് റോക്കറ്റും ഉണ്ട്, ഒരു പേടകവും ഉണ്ട്. റോക്കറ്റ് എന്ന് പറഞ്ഞാലേ എനിക്ക് തോന്നുന്നു അത്രയും ഓടിയ റോക്കറ്റുകൾ വരെ ഉണ്ടാവില്ല. 1700 തവണ എങ്ങാണ്ട് വിക്ഷേപിച്ചതാണ് ഈ സാധനം. ഈ പേടകം തന്നെ എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, 150 150 തവണ എങ്ങാണ്ട് പോയിട്ടുണ്ട്. അതിൽ ഒരുപാട് തവണ ബഹിരാകാശത്ത് ഈ അന്തർദേശീയ ബഹിരാകാശ നിലയത്തിലേക്ക് ആളെ കൊണ്ടുവന്നതിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസം, ഇതിൽ 3 ആൾക്കാരെ മാത്രമേ കയറ്റുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിന് വരാൻ 17 മിനിറ്റ് ഒന്നും വേണ്ട, ഇതിന് വരാൻ 3.5 മിനിറ്റേ വേണ്ടൂ. അവരങ്ങനെ ഹെഡ് ഓൺ എൻട്രിയാണ്, അല്ലാതെ ഇങ്ങനെ പതുക്കെ ഇറങ്ങി വരുന്ന പരിപാടിയൊന്നുമില്ല. നേരെ അങ്ങനെയാണ് അവരുടെ റഷ്യക്കാരുടെ പരിപാടി. എന്നിട്ട് കരയിൽ ഇറങ്ങും. ഇതും സോവിയറ്റ് യൂണിയന്റെ ഒരു റഷ്യയുടെ ഒരു വളരെ നല്ല മനുഷ്യനെ കൊണ്ടുപോകാവുന്ന വെഹിക്കിളാണ്. ഇതിലാണ് അവർ രണ്ടാമത് പോയത്. അവർ 195 ദിവസത്തോളം അവിടെ താമസിച്ചു. ഈ ബഹിരാകാശം നടത്തം എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ? ഈ അവർ പോയ പേടകത്തിൻ്റെ അതിൻ്റെ അകത്ത് അവർക്ക് ഉടുപ്പിടാം, നിക്കറിട്ട് നടക്കാം, സ്പേസ് സൂട്ടൊന്നും വേണ്ട. അതിൻ്റെ അകത്ത് താപനിലയും ഓക്സിജനും ഒക്കെ മനുഷ്യർ ജീവിക്കാവുന്നതാണ്. നമുക്ക് അതിനെപ്പറ്റി പറയാം. അവിടെ നിന്ന് പുറത്തിറങ്ങി സ്പേസ് സൂട്ടൊക്കെ ഇട്ട് പുറത്തിറങ്ങി ഒരു എയർലോക്കിൻ്റെ അകത്തുകൂടി കടന്ന് പുറത്ത് ഇറങ്ങിയാലേ അവർ ഓടുന്നത് എത്ര വേഗത്തിലാണെന്നറിയോ? 1 മണിക്കൂർ 28,000 കിലോമീറ്റർ വേഗതയിലാണ് ഈ ബഹിരാകാശ നിലയം പോകുന്നത്. അതുകൊണ്ട് അവരും ആ വേഗതയിലാണ്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് അബുദാബിയിൽ എത്താൻ 5 മിനിറ്റോ അത്ര കൊണ്ട്, അതെ 5 മിനിറ്റ് കൊണ്ട് എത്താവുന്ന അത്രയും വേഗതയിലാണ് ഈ അന്തർദേശീയ ബഹിരാകാശ നിലയത്തിന്റെ യാത്ര. അപ്പൊ ഒരു ടെതർ കൊണ്ട് നിലയത്തിന് കണക്ട് ചെയ്തിട്ടാണ് ഇവര് പോകുന്നത്. അപ്പോ അതിൽ ഇങ്ങനെ നടക്കുന്നവരാണ് EVA എന്നാണ് അതിന് പറയാ. EVA എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. നമ്മൾ സ്പേസ് വാക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് പലപ്പോഴും ഉപയോഗിച്ചത് റിപ്പയറിനും പുറത്തുള്ള ഭാഗങ്ങൾ ശരിയാക്കാനൊക്കെയാണ്. സുനിത വില്യംസ് 50 മണിക്കൂറോ ആദ്യത്തെ 2 യാത്രയിൽ തന്നെ 50 മണിക്കൂറിലധികം EVA നടത്തിയിട്ടുണ്ട്. EVA നടത്താൻ വലിയ മനസ്സിന് ധൈര്യം വേണം. കാര്യം പെട്ടുപോയതാണ്. പിന്നെ അതിന്റെ കൂടെ ഓടിപ്പിടിക്കാനൊന്നും പറ്റില്ല. പിന്നെ അതൊരു സ്വന്തമായിട്ട് ഒന്നുമില്ലാതെ ഇങ്ങനെ ഭൂമിയെ കാണാവുന്ന ബഹിരാകാശത്ത് ഒരു പേടകത്തിന്റെ അകത്തല്ലാതിരിക്കാനുള്ള ധൈര്യവും ഒക്കെ വേണം. അതുകൊണ്ട് അതാണ് അവരുടെ സെക്കൻഡ് ട്രിപ്പ്. ഇനി നമുക്ക് ഇതിനെപ്പറ്റി പറയേണ്ടത് സോയൂസ് വെഹിക്കിളിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, കൂടുതലൊന്നും പറയണ്ട. ഇപ്പോ മനുഷ്യനെ ബഹിരാകാശത്ത് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന 4 വാഹനങ്ങളേ ഉള്ളൂ. മനുഷ്യനെ ബഹിരാകാശത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന 5 വാഹനങ്ങളുണ്ട്. ഏതെല്ലാം ഞാൻ പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു, ഷട്ടില് പോയിട്ടുണ്ട്, സോയൂസ് പോയിട്ടുണ്ട്, മനുഷ്യനെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാവുന്നു. പിന്നെ 2 ഇപ്പോ സുനിത വില്യംസിനെ തിരിച്ചു കൊണ്ടുവന്ന എലൺ മസ്കിന്റെ ഡ്രാഗൺ എന്ന് പറയുന്ന വാഹനം, അതായത് ക്രൂ 9, ക്രൂ 8, ക്രൂ 10 എന്നൊക്കെ പറയുന്ന വാഹനം ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്തു. അങ്ങോട്ട് കൊണ്ടുപോകാൻ മാത്രം ഉപയോഗിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് സേഫ് അല്ലെന്ന് പറഞ്ഞ് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകം ഉണ്ട്, 4 ഉണ്ട്. ഈ 4ലും പോയ 2 പേരേ ഉള്ളൂ ഇപ്പോ ഭൂമിയിൽ. ആരാണ്? സുനിത വില്യംസും വിൽമോറും മാത്രമേ ഉള്ളൂ. ഇത് കൂടാതെ ചൈനക്കാരുടെ ഒരു വാഹനം ഉണ്ട് കേട്ടോ, അതിനെപ്പറ്റി പറയാതിരുന്നുകൂടാ. അവർക്ക് ഭൂമിയിൽ അവരുടെ ബഹിരാകാശ നിലയത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന ഒരു സ്വന്തം പേടകമുണ്ട്. അതിന്റെ മറ്റാർക്കും കിട്ടാത്തത് കൊണ്ടും മറ്റാരവിടെ പോകാത്തത് കൊണ്ടും അതെന്തായാലും ഞാൻ പരാമർശിച്ചതുള്ളൂ. അപ്പൊ 4 പേടകങ്ങൾ ഇപ്പോ പരീക്ഷിച്ചതും 1 ഉടനെ പരീക്ഷിച്ച് വിജയിക്കുന്നതുമുണ്ട്. ഈ സ്റ്റാർലൈനർ ഉടനെ പരീക്ഷിച്ച് വിജയിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം 12 പ്രാവശ്യം റീയൂസ് ചെയ്യാൻ പറ്റിയ, 3 പേർക്ക് പോയാൽ 6 പേരെ കൊണ്ടുപോകാൻ പറ്റിയ ബോയിങ് കമ്പനിയുടെ ഒരു ഒന്നാന്തരം വാഹനമാണ്. ആദ്യകാലത്ത് ചില ബാലലക്ഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ സ്റ്റാർലൈനർ ആയിരിക്കും ഈ നിരയിൽ ഏറ്റവും മുൻനിരയിലുള്ള പേടകം. അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞില്ലേ, ഈ സുനിത വില്യംസ് അവിടെ പെട്ടുപോയത് അത്ര വലിയ ഒരു ആശങ്കയ്ക്ക് വാങ്ങിയെന്നുള്ളതാണ്. ഫ്രാങ്ക് റൂബിയോ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ 6 മാസത്തേക്ക് പോയ ഒരാളാണ്. പക്ഷെ അങ്ങനെ അവിടെ പെട്ടുപോയി. വാഹനത്തിന് ഒരു മെറ്റ്യൂർ വന്ന് ഇടിച്ചിട്ട് അങ്ങനെ പോയ വാഹനത്തിന് കേടായി 371 ദിവസം അവിടെ നിൽക്കേണ്ടി വന്നു. എന്നിട്ട് ഈ ഒരു സോയൂസ് വാഹനം, ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ഒരു സോയൂസ് വാഹനം അയച്ചിട്ടാണ് അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവന്നത്. അപ്പൊ ഈ ദൗത്യം നോക്കിയാലേ ഇത് അന്തർദേശീയ ബഹിരാകാശത്തിൽ മുമ്പിലും സംഭവിച്ചിട്ടുള്ളതാണ്. ഞാനിതിൽ സുനിത വില്യംസിന്റെ യാത്ര ലഘൂകരിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ അതും അങ്ങനെയും സംഭവിച്ചിട്ടുണ്ടെന്നാണ്. ഇനി ഈ കൊണ്ടുവന്ന വാഹനത്തെ പറ്റി ഒരു കാര്യം പറയട്ടെ. അടുത്ത കാലത്ത് ഈ ബഹിരാകാശ ഗവേഷണത്തിലേക്ക് വന്ന് എലൺ മസ്ക്, എനിക്ക് തോന്നുന്നു 2000 ആണ്ടിലാണെന്ന് തോന്നുന്നു, പേപ്പാൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിലെ സാമ്പത്തിക ഇടപാട് നടത്തുന്ന കമ്പനി വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ബഹിരാകാശ ഗവേഷണം തുടങ്ങിയ ഒരാളാണ് ഇന്നത്തെ ലോകത്തിലെ ശതകോടീശ്വരനായ എലൺ മസ്ക്. അദ്ദേഹം ആദ്യം ചെയ്തത് സോവിയറ്റ് യൂണിയനിൽ ചെന്നിട്ട്, അത് റഷ്യ ആയിരുന്നു അന്നേരത്തെ, എനിക്ക് ഓർമ്മയില്ല, ചെന്നിട്ട് അവരുടെ ഉപയോഗിക്കാത്ത മിസൈലുകൾ വാങ്ങിച്ച് അത് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെ ചെന്ന് ചർച്ചയൊക്കെ പറഞ്ഞപ്പോൾ അവർ വലിയ വില പറഞ്ഞെന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ചെറിയ റോക്കറ്റ് ഉണ്ടാക്കി. ഫാൽക്കൺ 1 എന്നാണ് അതിന്റെ പേര്. 1-2 കാര്യങ്ങൾ അങ്ങനെ ചെയ്തത്. പണ്ട് ഉപയോഗിച്ച എഞ്ചിനൊന്നുമല്ല, അങ്ങനെ സ്വന്തമായ എഞ്ചിനൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്തത്. ഈ ഫാൽക്കൺ 1ന്റെ ആദ്യത്തേത് പരാജയമായിരുന്നു, രണ്ടാമത്തേത് പരാജയമായിരുന്നു, മൂന്നാമത്തേത് പരാജയമായിരുന്നു. അപ്പോ ഇനി ഒരെണ്ണം പരാജയപ്പെട്ടാൽ ഈ കമ്പനി പൂട്ടിപ്പോകുന്നുള്ള നിലയിൽ ഭാഗ്യത്തിന് 4-ാമത്തേത് വിജയകരമായി. ആ കാലത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളൊന്ന് ഓർമ്മിച്ചാല്, ബഹിരാകാശത്തേക്ക് പോകാനൊരു വാഹനം വേണം. അമേരിക്കയുടെ പ്രധാന വാഹനമായി ഉണ്ടായിരുന്ന സ്പേസ് ഷട്ടിൽ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഉപയോഗിക്കുക 10 കൊല്ലക്കാലം ഇത് അടക്കി വാണിരുന്നത് സോവിയറ്റ് യൂണിയന്റെ റഷ്യയുടെ സോയൂസ് എന്ന പേടകമാണ്. എല്ലാ കാലത്തും സോയൂസിൽ മനുഷ്യരെ കൊണ്ടുപോകും തിരിച്ചുകൊണ്ടുപോകുകയും ചെയ്യാൻ പറ്റില്ല. നാസക്കാണെങ്കിൽ പുതിയ വാഹനം ഉണ്ടാക്കാനുള്ള താല്പര്യമോ പദ്ധതിയോ പണമോ ഒന്നുമില്ല. അതുകൊണ്ട് അവരൊരു കരാർ കൊടുത്തു. ഭൂമിയിൽ നിന്നും അന്തർദേശീയ ബഹിരാകാശ നിലയത്തിലേക്ക് മനുഷ്യരെയും വസ്തുക്കളും മെറ്റീരിയലും കൊണ്ടുപോകാൻ പറ്റിയ വാഹനം ഉണ്ടാക്കാനുള്ള ഒരു കരാർ. അതിൽ എനിക്ക് തോന്നുന്നു ഈ ബോയിങ്ങിന് കിട്ടിയ കരാറ് $4.2 ബില്യൺ കരാറാണ്. ഒരു കരാറ് കിട്ടിയത് അടുത്ത കാലത്ത്, നമ്മളിപ്പോ പറഞ്ഞ അടുത്ത കാലത്ത്, ഈ ഫാൽക്കൺ 1 എന്ന് പറയുന്ന വാഹനം വിജയിച്ച എലൺ മസ്കിന്റെ കമ്പനിക്കാണ്. അവര് ഈ ഫാൽക്കൺ 9 9 എഞ്ചിൻ ഘടിപ്പിച്ചുകൊണ്ടാണ് 9 എന്ന് പറയുന്നത്. ഫാൽക്കൺ 9 എന്ന ഒരു വലിയ വാഹനം ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് ഇപ്പൊ നമ്മൾ കണ്ട ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു പേടകം ഉണ്ടാക്കി. ആദ്യ ഡ്രാഗണിന്റെ കാർഗോ ഇവിടെ കൊണ്ടുപോയി. ഓട്ടോമാറ്റിക് വെയിറ്റിംഗ് ആണ്. അവിടെ ചെന്ന് ബഹിരാകാശത്ത് ഘടിപ്പിച്ച് കാർഗോ. അത് കഴിഞ്ഞ് മനുഷ്യരെ ബഹിരാകാശത്ത് കൊണ്ടുവരുന്ന പരീക്ഷണം നടത്തി. മനുഷ്യനെ ബഹിരാകാശത്ത് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് അവർ പടപെടാതെ കാര്യങ്ങൾ നടത്തി. അതിനിടയിൽ ഒരു പ്രാവശ്യം ഇൻസ്പിരേഷൻ 4 എന്ന് പറയുന്ന ദൗത്യത്തിൽ ബഹിരാകാശ സഞ്ചാരികളല്ലാത്ത ടൂറിസ്റ്റുകളെ പോലെ 4 പേരെയും കൊണ്ടുപോയി. പൈസ ഉണ്ടെങ്കിൽ ആർക്കും പോകാന്നുള്ള നിലയിലാണ് അതുണ്ടായത്. ഒരു 2021 തോന്നുന്നു ഇൻസ്പിറോൺ എന്ന് പറയുന്ന ഈ ഡ്രാഗൺ വാഹനം എസ്റ്റാബ്ലിഷ് ചെയ്തു. അവരുടെ ഫ്ലൈറ്റുകൾ ഇന്നലെ വന്ന് ഫ്ലൈറ്റിന് 4 പ്രാവശ്യം പോയതാണെന്ന് തോന്നുന്നത് ആ വാഹനം. സ്റ്റാർ ലൈനർ ഇങ്ങനെ പുറകിൽ നിൽക്കുന്നു. ഇവർക്ക് ഈ എലൺ മസ്കിന്റെ കമ്പനിക്ക് 1-2 കാര്യങ്ങൾ കൂടി പറയാം. ഫാൽക്കൺ ഹെവി എന്ന് പറയുന്ന കുറെ കൂടി വലിയ വാഹനമാണ്, വളരെ വലുത്. അതിനേക്കാളും മേലെ നിങ്ങൾ അടുത്ത കാലത്ത് കഴിഞ്ഞ വിഷു ദിവസത്തിന്റെ അടുത്താണ്, ഏപ്രിലായിരുന്നു, ഒരു വലിയ 20 നില കെട്ടിടത്തിന്റെ അത്രയും ഉയരമുള്ള റോക്കറ്റിന്റെ ഉപയോഗിച്ച് കഴിഞ്ഞ ഭാഗം ഭൂമിയിൽ വീഴുന്നതിന് പകരം ഭൂമിയിൽ വീഴുന്നതിന് തൊട്ടു മുമ്പ് ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ഒരു പടം കണ്ടതായി ഓർക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുനരുപയോഗ വാഹനങ്ങൾ എന്ന് പറഞ്ഞത് കടലിൽ വീഴാൻ അനുവദിക്കുന്നതിന് മുമ്പേ ഇതിനെ പിടിച്ചെടുത്തിയാൽ ഇതിൽ ഉപ്പുവെള്ളം പോലും കളയണ്ട, അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അത് സ്റ്റാർ ഷിപ്പ് എന്ന് പറയുന്ന ഒരു വാഹനമാണ്. എന്തെങ്കിലും നിങ്ങൾ ചെറുപ്പക്കാർ ആരെങ്കിലും ചൊവ്വയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് സ്റ്റാർ ഷിപ്പിലായിരിക്കും പോവുക. ആ വാഹനവും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ചില പരീക്ഷണങ്ങൾ പരാജയമാണ്. ഇതാണ് മനുഷ്യന്റെ ബഹിരാകാശ യാത്രക്കുള്ള വാഹനങ്ങളെ കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം. ഇനി ഇവിടെ പോകുന്നത് നിങ്ങൾ പലരും കണ്ടു കാണും. അന്തർദേശീയ ബഹിരാകാശ നിലയം ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറെ മോഡ്യൂളുകൾ കൊണ്ട് ചേർത്ത് വെച്ച് ഇപ്പോ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്ര, അല്ലെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് 2 ഡയമെൻഷണൽ സാധനമായി പോകും. ഒരു 6 ബെഡ്റൂമുള്ള ഒരു വീട് പോലുള്ള അത്രയും വലിയ ഒരു സ്ഥലത്ത് കുറെ സോളാർ പാനലും ആവശ്യത്തിന് ഇലക്ട്രിസിറ്റി ഒക്കെ ജനറേറ്റ് ചെയ്ത് ഇങ്ങനെ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഈ പേടകത്തിനകത്ത് 7 പേർക്ക് സുഖമായി താമസിക്കാം. 6 സ്ലീപ്പിംഗ് റൂമുകളുണ്ട്. സ്ലീപ്പിംഗ് റൂമുകൾ ഒരു കുഴിയാണ്, അതിന്റെ അകത്ത് പോയിട്ട് ഒരു പേരുണ്ട്.
ഉറങ്ങുക. അല്ലാതെ ഇവർക്ക് നിൽക്കാൻ പറ്റില്ല. കാര്യം ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നമ്മുടെ താഴെ ഏതാണ്? നമ്മളെല്ലാവരും താഴെ എന്ന് പറയുന്നത് ഏതാണ്? ഇപ്പൊ നിൽക്കുകയും ഇരിക്കുകയും ചെയ്ത് നമ്മളുടെ കാല് കൊള്ളുന്ന ഭാഗം, അല്ലെങ്കിൽ നമ്മളെ ഭൂമി ആകർഷിക്കുന്ന ഭാഗമാണ് താഴെ. അതല്ലാത്ത ഭാഗം നമ്മുടെ മുകളിൽ. ഈ അന്തർദേശീയ ബഹിരാകാശ നിലയത്തിൽ ഭൂമിയെ സ്ഥിരമായി ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഫ്രീ ഫോൾ എന്ന് പറയുന്ന, ആ ഫിസിക്സ് ഒന്നും പറഞ്ഞുതരാൻ നേരമില്ല. പിന്നെ ആ സ്ഥാനത്തിനകത്ത് ഗുരുത്വാകർഷണം അനുഭവപ്പെടുന്നില്ല. ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തിരുത്തണം, പ്രത്യേകിച്ച് ടീച്ചർമാര്. ഇല്ലാത്തൊരു സ്ഥലമില്ല, അനുഭവപ്പെടുന്നില്ല. അതിന്റെ പ്രത്യേക അവസ്ഥ കൊണ്ട്. അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം അവിടെ വീഴാൻ ഒക്കില്ല, വെള്ളം എവിടെയും പോകില്ല, ഒരു സാധനം അവിടേക്കും വെക്കാൻ ഒക്കില്ല, ആ സാധനം എല്ലായിടത്തും പറന്ന് നടക്കും. ഒരു ചെറിയ ടൂത്ത് പേസ്റ്റ് അവിടെ വെക്കാൻ ഒക്കില്ല, പല്ല് തേച്ചാൽ അത് തുപ്പാൻ പറ്റില്ല, അത് ഒന്നിക്കൽ വിഴുകണം, അല്ലെങ്കിൽ ഒരു ബാഗിന്റെ അകത്തൊക്കെ തുപ്പാം. അങ്ങനെ തുടങ്ങി ഭക്ഷണം, ലിക്വിഡ് ഭക്ഷണം കഴിക്കുന്നത് സ്ട്രോ കൊണ്ട് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ഈ എന്താണ്, നമ്മുടെ ശരീരം നിൽക്കുന്നത് എങ്ങനെയാണ്? തലയിലേക്ക് ബ്ലഡ് പോകണം, കാലിലേക്ക് ബ്ലഡ് പോകണം, അതിനൊക്കെ കണക്കായിട്ടാണ് ഹൃദയം പ്രവർത്തിക്കുന്നത്. ഈ തലയും കാലും മുകളിലും താഴെ എന്നാണ് നമ്മുടെ ശരീരം മനസ്സിലാക്കുന്നത്. മുകളിലും താഴെ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ശരീരത്തിനെ ഈ മുകളിൽ എവിടെയാണ് താഴെ എവിടെയാണെന്ന് അറിയാത്ത ഒരവസ്ഥയില് ഒരു ഒരു ലിവിങ് ഇൻ സ്പേസ് എന്ന് പറഞ്ഞാലേ ഒരു 2 മണിക്കൂർ സംസാരിക്കാൻ മാത്രമുള്ള ഒരു സാധനമാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ബഹിരാകാശ നിലയത്തിൽ ചെയ്യേണ്ടത് മറ്റൊരു രീതിയിലാണ്. നിങ്ങളുടെ ശരീരം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ശരീരത്തിന് മനസ്സിലാകുകയില്ല. നിങ്ങളിങ്ങനെ ഭൂഗുരുത്വം അനുഭവപ്പെടാത്ത ഒരു സ്ഥലത്താണ് ഉള്ളത്. ശരീരത്തിന് എങ്ങനെ അറിയാം? അതുകൊണ്ട് അതിന് അതുകൊണ്ടാണ് കണക്കായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവർ താഴെ വന്നപ്പം എഴുന്നേറ്റ് നിൽക്കാൻ കാല് താഴോട്ടാണ് വെക്കേണ്ടതെന്ന് അവരെ പുതിയതായിട്ട് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ കാലിന്റെ അടിഭാഗം ഭൂമിയിൽ വെക്കാൻ പ്രാപ്തമാണോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ നിന്ന് അവർ ചിലപ്പോൾ വീടുപോകും. അതുകൊണ്ടാണ് അവരെ വീൽ ചെയറിലൊക്കെ കൊണ്ടുപോകുന്നത്. ഇതാണ് അവിടെ പ്രധാനമായിട്ട് എന്താ ചെയ്യുന്നത്? താമസം ഇങ്ങനെ. അവിടെ അന്തരീക്ഷം നമുക്ക് താമസിക്കാൻ യോഗ്യമായതാണ്. ഓക്സിജൻ ശ്വസിക്കാം, ഭക്ഷണം കഴിക്കാം, ഉറങ്ങാം, പരീക്ഷണങ്ങൾ ചെയ്യാം, ഇഷ്ടംപോലെ എക്സസൈസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സുനിത വില്യംസ് മറ്റേ ബോസ്റ്റൺ മാരത്തോൺ ഓടിയെന്ന് പറഞ്ഞില്ല, ത്രെഡ്മില്ല്. അങ്ങനെ സുഖമായിട്ട് എക്സസൈസ് ചെയ്യാം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് തിരിച്ചു വരാം. ഇതാണ് അന്തർദേശീയ ബഹിരാകാശത്തിലെ താമസം. അവരവിടെ ചെയ്യുന്നത് നേരത്തെ ഒരിക്കൽ മെൻഷൻ ചെയ്തതുപോലെ ബയോളജിയിലും കെമിസ്ട്രിയിലും ഫിസിക്സിലും പ്ലാന്റ് സയൻസിലും ഒക്കെ ഒരുപാട് മരുന്നില് മെറ്റലർജിയിലും ഒക്കെ ഭൂമിയിൽ ചെയ്യാൻ സാധ്യമല്ലാത്ത സ്ഥലത്ത് ചെയ്യാവുന്ന പരീക്ഷണങ്ങൾ നടത്തി അതൊക്കെ ഭൂമിയിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ചിലപ്പോൾ മരുന്നുണ്ടാക്കുന്നതോ ചെടി വളരുന്നതോ. അത് ഇന്ത്യക്കാർ തന്നെ ഇത് പയർ വളർത്തി എന്നൊക്കെ പറഞ്ഞ ചില വാർത്തകൾ ഉണ്ടായിരുന്നില്ലേ? ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ, പയറിന്റെ വിത്ത് മണ്ണിലിട്ടാലേ പയറിന്റെ വേര് എങ്ങോട്ടാ പോവുക? താഴോട്ട് അല്ലെ? പയറിന്റെ ഇല എങ്ങോട്ടാ വരിക? മുകളിലോട്ട് അല്ലെ? ഈ മുകളിലും താഴെ അറിയാത്ത സ്ഥലത്ത് പയർ വിത്ത് എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ചോ കേട്ടോ. അതിന് അല്ലെ, ഒരു പയർ നമ്മൾ കുട്ടികളെ കളിക്കുമ്പോൾ ചെറിയ മണ്ണിൽ പയർ വിത്തിട്ട് അങ്ങനെയല്ലേ സംഭവിക്കുക? ഇപ്പൊ ബഹിരാകാശത്ത് ഒരു പയർ വിത്തിട്ട് അത് എങ്ങോട്ടാണ് എന്റെ വേര് പോവുക, എങ്ങോട്ടാണ് എന്റെ ഇല വരിക? ഇത്രയും ആലോചിച്ചാൽ മതി. ഇതാണ് അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. സ്പേസ് എക്സ് എന്ന സാധനത്തെ പറ്റി ഞാൻ പറഞ്ഞില്ലേ? അപ്പോ ഞാൻ ഒരു ദിവസം പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി ഒരു ഓവർവ്യൂ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഈ എന്താണ് നമ്മുടെ ടൈറ്റിലിനോട് ജസ്റ്റിഫൈ ചെയ്യണമെങ്കിലേ മനുഷ്യന്റെ ബഹിരാകാശ യാത്രകളെ കുറിച്ച് കുറച്ചും കൂടി വിശദമായിട്ടൊന്ന് പറയണം. നമ്മുടെ ആദ്യത്തെ ഞാൻ പറഞ്ഞില്ലേ, യൂറി ഗഗാറിനാണ്. അതില് വസ്തുക്ക പേടകത്തിൽ ആദ്യം വാലന്റീന ടെലസ്കോപ്പ് പോയത് ആ പേടകത്തിലാണ്. ഒരാൾക്ക് മാത്രം കയറാവുന്ന. അവര് പേടകത്തോടു കൂടിയല്ല ഭൂമിയിൽ വരുന്നത്. ഈ യൂറി ഗഗാറിൻ സൈബീരിയയിലെ മരുഭൂമിയിൽ ആകാശത്ത് വീണതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ട് ഒരു കഥയുണ്ട്. ഒരമ്മയും മകള് കൃഷി സ്ഥലത്തിരിക്കുമ്പോൾ ആകാശത്ത് നിന്ന് ഒരു മഞ്ഞ ഗോളം വീഴുന്നത് കൊണ്ടെന്നും അദ്ദേഹം എഴുന്നേറ്റിട്ട് പിന്നെ അവരുടെ ഭാഗത്തേക്ക് നടന്നപ്പോൾ അവർ പേടിച്ചു എന്നും, ഞാൻ റഷ്യക്കാരനാണ്, എനിക്കൊരു ടെലിഫോൺ ബൂത്ത് കാണിച്ചിരുന്നു എന്ന് പറഞ്ഞതൊക്കെ കഥകളുണ്ട്. അത്തരം ചെറിയ പേടകത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്തർദേശീയ നിയമം അനുസരിച്ച് പേടകത്തോടു കൂടി ഇറങ്ങണമെന്നും അദ്ദേഹം അതുമല്ല ഒറ്റക്കാണ് ഇറങ്ങിയതെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പേടകം ഉണ്ടായിരുന്നു. അടുത്തത് പിന്നെ ആ കാലത്താണ് സമാന്തരമായിട്ട് അമേരിക്കക്കാർ മെർക്കുറി എന്ന് പറയുന്ന ഒരു ചെറിയ റോക്കറ്റ്, അല്ലെങ്കിൽ ആദ്യത്തെ റോക്കറ്റ് ബഹിരാകാശത്ത് എത്തിയിട്ട് തിരിച്ചു വന്നു. ഭൂമിയെ ചുറ്റാൻ പോലും പറ്റിയില്ല. രണ്ടാമത്തെ വിക്ഷേപണത്തിൽ ജോൺ ഗ്ലെൻ പിന്നെ ഭൂമിയെ ആദ്യം ചുറ്റുന്നത്, അതായത് യൂറി ഗഗാറിൻ ചുറ്റിയതുപോലെ ഭൂമിയെ ആദ്യം ചുറ്റുന്നത്. നിങ്ങൾ കേട്ടു വേണം പേര് ജോൺ ഗ്ലെന്നിന്റെ. മൂന്നാമത്തെ അമേരിക്കക്കാരൻ ഗസ് ഗ്രിസമായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹം ഇതിന്റെ തൊട്ടടുത്ത പരീക്ഷണമായ ജെമിനി
ഒരാളെ കയറ്റുന്നത് മെർക്കുറി, അമേരിക്കക്കാരൻ 2 ആളെ കയറ്റുന്നത് ജെമിനി, 3 ആളെ കയറ്റുന്നത് അപ്പോളോ. നിങ്ങളുടെ ഗ്രീക്ക് പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയ പേരാണ്. ഇനി ആർട്ടാമിസ് എന്ന് പറഞ്ഞ ചന്ദ്രനിലെ ദൗത്യവും ഇതേപോലെ ഗ്രീക്ക് ദേവതകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഗസ് ഗ്രിസൻ പറയേണ്ടത് ആദ്യത്തെ അപ്പോളോ ദൗത്യം ഭൂമിയിൽ വെച്ച് യാത്ര പോകുന്നതിന് മുമ്പ് കത്തി നശിച്ച ഒരു പേടമാണ്. അതിൽ കത്തിപ്പോയ ഒരാളാണ്, ഒരു രക്തസാക്ഷിയായ ഒരാളാണ് ഗസ് ഗ്രിസൻ. പിന്നെ അവരെ 7 പേരുണ്ടായിരുന്നു, ഡേക് സ്ലേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. അവരെല്ലാരും പിൽക്കാലത്ത് അതിൽ ഒരാള് പിന്നെ ഇതിൽ പോയി, അപ്പോളോയിൽ ചന്ദ്രനിൽ പോയി. പിന്നെ ബാക്കിയുള്ളവരെല്ലാരും മറ്റ് ഇയാൾ ഒഴിച്ച് ജെമിനിയിലൊക്കെ പോയവരാണ്. ഇനി തൊട്ടടുത്ത പേടകം ജെമിനിയായിരുന്നു. ജെമിനി എന്ന് പറഞ്ഞാല് ബഹിരാകാശ ചന്ദ്രനിൽ മനുഷ്യൻ പോകാൻ വേണ്ടുന്ന സന്നാഹങ്ങൾ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പേടകമാണ്. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ഒരു ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ട് ജനുവരി 16 കാലത്ത് ഒരു ഡോക്കിംഗ്, എനിക്ക് തോന്നുന്നു 15-16 കാലത്ത് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആയില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അന്തർദേശീയ ബഹിരാകാശ നിലയത്തിന്റെ അകടത്ത് എന്ന 8 പേടകങ്ങൾക്ക് ഡോക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞില്ലേ. ഒന്ന് അതിനോട് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നതാണ്. ഈ ഡോക്കിംഗ് അത്ര എളുപ്പമല്ല. നമ്മുടെ ഇസ്രോ ഇപ്പം ഡോക്കിംഗ് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭാവിയിലെ ചന്ദ്രയാനിൽ ഡോക്കിംഗ് ആവശ്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അത് വിജയകരമായി. ഈ നീൽ ആംസ്ട്രോങ്ങിനെ പറ്റി ഒരു കഥ ഒരു സെക്കൻഡോട് പറഞ്ഞു തീർക്കാം. ഒരു ജെമിനി 8-ലാണ് നീൽ ആംസ്ട്രോങ് ബഹിരാകാശത്ത് പോയത്. പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി ഉള്ള എജീന എന്ന് പറഞ്ഞൊരു പേടകത്തോട് ഡോക്ക് ചെയ്യണം. ആദ്യത്തെ ഡോക്കിംഗ് ആണ്, ലോകത്തിലെ ആദ്യത്തെ, അല്ലെങ്കിൽ അമേരിക്കക്കാരുടെ ആദ്യത്തെ ഡോക്കിംഗ് ആണ്. ആവശ്യം എന്താണെന്ന് വെച്ചാൽ ചന്ദ്രനിൽ മനുഷ്യൻ പോയാൽ ഒരുപാട് ഡോക്കിംഗ് വേണം. ചന്ദ്രന്റെ അടുത്തെത്തുമ്പോൾ അൺഡോക്ക് ചെയ്യണം. അതിനുള്ള പരീക്ഷണമായിരുന്നു. ഇത് ഡോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ 2 പേടകങ്ങൾ കൂടി ഭയങ്കര ഉരുളാൻ തുടങ്ങി. ബഹിരാകാശത്തിൽ ഉരുളാൻ തുടങ്ങി. ഇപ്പൊ ഭൂമിയിലുള്ളവർ വിചാരിച്ചു അത്രേ ഇനി രക്ഷയില്ല. എന്തായാലും നീൽ ആംസ്ട്രോങ് എമർജൻസി അൺഡോക്ക് ചെയ്തിട്ട് പേടകത്തിന് തിരിച്ചു കൊണ്ടുവന്നതുകൊണ്ടാണ് അങ്ങനെ വളരെ മിടുക്കനാണെന്ന് പറഞ്ഞതും അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ മനുഷ്യനാക്കിയതെന്നൊക്കെ ചില കഥകൾ എന്തുമാത്രം ശരിയാണെന്ന് അറിഞ്ഞൂടെ. എന്തായാലും ഇത്തരം പരീക്ഷണങ്ങളൊക്കെ ചെയ്തതാണ് ജെമിനി പേടകം. പിന്നെ അമേരിക്കക്കാരുടെ സ്പേസ് വാക്കും ഒക്കെ അവിടെയാണ് കഴിഞ്ഞത്. പിന്നെ ഉണ്ടായിരുന്നത് അപ്പോളോ ആണ്. അപ്പോളോ എന്ന് പറഞ്ഞാൽ എത്ര? അപ്പോളോ 11, 12, 13 തിരിച്ചു വന്ന പേടകമാണ്. അപകടം പറ്റിയതാണ്. 14, 15, 16, 17 ഈ 6 പേടകത്തിലായിട്ട് 12 പേര് ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതുവരെ മനുഷ്യന്മാർ ആ 12 പേരെ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുള്ളൂ. ബഹിരാകാശമായ മനുഷ്യരിൽ ചന്ദ്രനിൽ ഇറങ്ങിയവർ 12 പേര് മാത്രമാണ്. അപ്പോളോ 11, 12, 14, 15, 16, 17. പിന്നെയുള്ളത് ഷട്ടിലാണ്. ഷട്ടിലിനെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെയുള്ളത് ഇവരുടെ ഷെൻഷോ എന്ന് പറയുന്നത് ചൈനക്കാരുടെ പേടകമാണ്, 2003 ചൈനീസ്. ഇപ്പം നമ്മൾ പറഞ്ഞ ക്രൂ ഡ്രാഗൺ ആണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ, കെട്ടൊക്കെ തീർത്ത് കുറ്റമൊക്കെ തീർത്ത് പുനർജനിക്കുമെന്ന് പറഞ്ഞ സ്റ്റാർ ലൈനർ പേടകമാണ്. അങ്ങനെ ഒരു 5 ഇപ്പം സർവീസിലുള്ള. ഇതൊക്കെയാണ് മനുഷ്യന് ബഹിരാകാശത്തേക്ക് പോകാനുള്ളത്. പിന്നെ ഇതിന് നീതി പുലർത്താൻ വേണ്ടി സുനിത വില്യംസിനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ. അവര് മറ്റേ എന്താണ് ഇന്ത്യൻ അനാട്ടമി ഡോക്ടറുടെ മകളാണ്. പിന്നെ സ്ലോവിയനിയ അമ്മയുടെ അമ്മയാണ്. 3 മക്കൾ കൂട്ടത്തിൽ ഇളയവളാണ്. വെറ്റാണ് ഡോക്ടർ ആവാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി വിചാരിച്ചാണ്. അതിനിടെ ചേട്ടൻ പഠിക്കുന്ന US നേവൽ അക്കാഡമി, നമ്മുടെ നേവൽ അക്കാഡമി പോയപ്പം നീ ഇവിടെ പഠിച്ചൂടെ എന്ന് ചേട്ടൻ ചോദിച്ചു എന്നും അങ്ങനെ അവിടെ ചേർന്നെന്നും ഇങ്ങനെ അവിടെ പഠിച്ചു കഴിച്ചിട്ട് നേവിയിൽ പോയെന്നും പിന്നെ ഹെലികോപ്റ്റർ പൈലറ്റ് ആയിരുന്നു. എന്നിട്ട് നാസയിലേക്ക് അപ്ലൈ ചെയ്തെന്നും 2ാമത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞെന്നും എന്നിട്ട് ആരോ പറഞ്ഞെന്ന് അവരോട് ഹെലികോപ്റ്റർ പൈലറ്റുമാർക്കൊന്നും പിന്നെ ബഹിരാകാശത്തേക്ക് പോകാനുള്ള ജെറ്റ് പൈലറ്റുമാരാവണം എന്നൊക്കെ പറഞ്ഞു കഥകൾ. എന്തായാലും 30ഓളം ഹെലികോപ്റ്ററുകൾ പറത്തിക്കൊണ്ട് പല എന്താണ് പറയുക ഡേഞ്ചറസ് ആയ മിഷൻ നടത്തി നല്ല മിടുക്കിയ ഒരു വൈമാനികയായിരുന്നു. അവരുടെ ബഹിരാകാശ ജീവിതവും വളരെ മിടുക്കിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷട്ടിലിന്റെ എക്സ്പെഡീഷനിലും അതായത് ISS 3 പ്രാവശ്യം. അപ്പോ ഇതൊക്കെയാണ് സുനിത വില്യംസിനെ പറ്റി പറയാനുള്ളത്. ഇനി നിരവധി പുരസ്കാരങ്ങളും ആദരവും നേടിയതാണ്. ഞാൻ നിർത്താൻ പോകുന്നു ഏകദേശം. ഇനി റോബോട്ടിക് പ്രോഗ്രാം, അതായത് മനുഷ്യനെ എന്തിനാ കൊണ്ടുപോകുന്നൊക്കെ ചില ചോദ്യങ്ങളുണ്ട്. എന്തിനാണ് ഈ മനുഷ്യൻ പോകുന്നത്? ഇപ്പൊ റോബോട്ടുകൾക്ക് എല്ലാം ചെയ്തുകൂടി, എന്തിനാണ് ഈ മനുഷ്യനെ കൊണ്ടുപോകാൻ ഇത്തിരി പണം ചെലവാക്കുന്നത്?
റോബോട്ടിക് ചന്ദ്രനിൽ പോയത് മനുഷ്യർ ഇതല്ലേ, ചൊവ്വയിൽ പോയത് യന്ത്രങ്ങളല്ലേ, അതുപോലെ മനുഷ്യനെ കൊണ്ടുവരുന്നതാണ് അതൊരു ഭാഗം. ചൊവ്വയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്, എലോൺ മസ്ക് ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ കണക്കിന് ചൊവ്വയിൽ പോകാൻ വേണ്ടിയിട്ട് 9 മാസവും തിരിച്ചു വരാൻ വേണ്ടി 9 മാസവും 18 മാസം യാത്രക്ക് തന്നെ വേണം. പക്ഷേ സംഗതികൾ അതിവേഗം പുരോഗമിക്കുകയാണ്, പുതിയ എഞ്ചിനുകൾ വരുന്നുണ്ട്. കുറച്ചു കാലം നിങ്ങളൊക്കെ ചൊവ്വയിൽ പോകാൻ തീരുമാനിക്കുമ്പോഴേക്ക് ഒരു 3 മാസം കൊണ്ട് പോയി 3 മാസം കൊണ്ട് വരാവുന്ന കണ്ടീഷൻ ഉണ്ടാവും. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, അവിടെ ചെന്നാൽ ജീവിക്കാൻ ഓക്സിജൻ ഇല്ല, വെള്ളമില്ല, ഭക്ഷണത്തിന് പച്ചക്കറികളില്ല, ഇതെല്ലാം ഭൂമിയിൽ നിന്നും കൊണ്ടുപോകേണ്ടി വരും. പക്ഷേ വിദൂരമല്ല, ഈ ഹ്യൂമൻ എക്സ്പ്ലോറേഷൻ ഒരു ദിവസമെങ്കിലും മനുഷ്യൻ മറ്റൊരു ഗ്രഹത്തിൽ എന്തായാലും ഇറങ്ങും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര കാലം അവിടെ താമസിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞുകൂടാ. പിന്നെ ഒരു 50 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 70 കൊല്ലം മുമ്പ് മനുഷ്യൻ ബഹിരാകാശത്ത് പോകുമെന്നോ ഒരു റോക്കറ്റിൽ കയറി അവിടെ ചെന്നിട്ട് 420 കിലോമീറ്റർ ഉയരത്തിൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി താമസിക്കുമെന്നൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലായിരുന്നു. അതുപോലെ ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ അന്യോന്യം ചൊവ്വയിൽ ചെന്ന് മനുഷ്യൻ താമസിക്കുന്നു എന്ന് പലരും വിശ്വസിക്കില്ല. പക്ഷെ 30 കൊല്ലം കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്നവർ ഇതേപോലെ നമ്മളോട് ഈ ഭാഷ അവർ സംസാരിക്കുമെങ്കിൽ ഈ കഥ നമ്മളോട് തിരിച്ചു പറയും. എനിക്ക് തന്ന അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെറിയ ചോദ്യങ്ങൾ എനിക്ക് അറിയുന്നതുണ്ടെങ്കിൽ പറഞ്ഞുതരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അവസരത്തിന് നന്ദി. എന്നെ കേട്ടുകൊണ്ടിരുന്ന ഇപ്പൊ എത്ര പേരുണ്ടെന്നല്ലോ, 40 പേരാമത്തെ കേട്ടിരുന്നു. എല്ലാവർക്കും എന്റെ നമസ്കാരം. സാറ് ഇത്രയും വിവരങ്ങൾ പറഞ്ഞു തന്നത് സത്യം പറഞ്ഞാൽ സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മളാരും ഇതിനകത്തൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി അറിയാൻ കിടക്കുന്നതാണ് വലിയ ഭൂരിപക്ഷമുള്ള കാര്യങ്ങൾ എന്ന് തോന്നിപ്പോകുന്നു. നമ്മുടെ അധികം സമയം കളയാതെ ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചാൽ സാർ അതിന് അറിയുന്ന ഉത്തരങ്ങൾ പറയും. നിങ്ങൾ ചാറ്റ് ബോക്സിൽ അത്ര കാര്യമായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടില്ല. അപ്പം വളരെ ചുരുക്കി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാമെങ്കിൽ ചോദിക്കുന്നതിലും തെറ്റില്ല എന്ന് തോന്നുന്നു. ആരെങ്കിലും അധികം സമയം നമുക്കുണ്ടാവില്ല എങ്കിലും അത്യാവശ്യമായിട്ടുള്ള നല്ല ചോദ്യങ്ങൾ ചോദിക്കാമെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് തോന്നുന്നു. നാരായണേട്ടാ, ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? തീർച്ചയായിട്ടും ചോദിക്കാം. സിനിയാണ് സാറേ. നമസ്കാരം, എൻ്റെ പേര് സിനി. എനിക്കുള്ള ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ, സാറ് നേരത്തെ പറഞ്ഞല്ലോ എക്സ്പെരിമെന്റ്സ് ചെയ്യാനായിട്ട് അവിടെ സീറോ ഗ്രാവിറ്റി ആയിട്ടുള്ള സ്ഥലത്ത് എക്സ്പെരിമെന്റ്സ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടിനെ പറ്റി. പക്ഷെ എന്നിട്ടും നമ്മൾ അവിടെ കൂടുതലും നമ്മൾ ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ സമയം ചെലവഴിക്കുന്നത്. അപ്പൊ ഈ പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വലിയ ബുദ്ധിമുട്ടുകള് പറ്റിയിട്ടോ, അല്ലെങ്കിൽ അതായത് വെള്ളം ഈവൻ നമുക്ക് പല്ല് തേച്ചാൽ തുപ്പിക്കളയാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഈ എക്സ്പെരിമെന്റേഷൻ ടൈമിൽ എങ്ങനെയാണ് അവർ മറികടക്കുക എന്നുള്ളത് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് പറയാമോ? ആദ്യം പറഞ്ഞത് സീറോ ഗ്രാവിറ്റി എന്നൊരു സ്ഥലമില്ല, മൈക്രോ ഗ്രാവിറ്റിയാണ്. അത് മനസ്സിലായി. ഈ പ്രപഞ്ചത്തില് അങ്ങനെ നമ്മള് ഈ എന്താണ് ഫിസിക്സിൽ വിശ്വസിക്കുന്നവർക്ക് സീറോ ഗ്രാവിറ്റി എന്നൊരു സ്ഥലം ഉണ്ടാവാനൊന്നുമില്ല, മൈക്രോ ഗ്രാവിറ്റിയാണ്. അത് പോട്ടെ. പിന്നെ ഇവരുടെ എക്സ്പെരിമെന്റ് എല്ലാം മൈക്രോ ഗ്രാവിറ്റിയിലാണ് വേണ്ടത്. അവിടെ പ്രശ്നം മൈക്രോ ഗ്രാവിറ്റിയിൽ താമസിക്കാൻ വേണ്ടി ഉണ്ടാകാത്ത മനുഷ്യ ശരീരത്തിനെ താമസിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. അവരവിടെ പോയി പരീക്ഷണം നടത്തുന്നതൊക്കെ ഭൂമിയിൽ ചെയ്യാൻ പറ്റാത്ത പരീക്ഷണങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെടി വളരുമ്പോൾ അത് എന്തുകൊണ്ട് താഴോട്ട് വളരുന്നു നമുക്കറിയാൻ ഒരു മാർഗവും ഇല്ല. ഭൂമിയിൽ ചെടി താഴോട്ടേ വളരൂ, വേര് താഴോട്ടേ പോവൂ, ഇലകൾ മുകളിലോട്ടേ വരൂ, എന്ത് പറഞ്ഞാലും ചെടി കേൾക്കൂല. പക്ഷെ അവിടെ ചെന്നാല് ചെടിക്ക് താഴെ എവിടെ മുകളിലെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഒരുപക്ഷെ ചെടിയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കും. ഈ പ്രധാന പരീക്ഷണങ്ങൾ നടത്തുന്ന ബയോളജിയേക്കാളും കൂടുതൽ എല്ലാ വിവരങ്ങളൊന്നും ലഭ്യമല്ല. എന്നാലും ചില ഉദാഹരണങ്ങൾ പറഞ്ഞാല് മെറ്റലർജിയിൽ ചില ഒരു പരീക്ഷണത്തെ കുറിച്ച് ഞാൻ പറയാം. 2 ലോഹങ്ങൾ ഉരുക്കി ചേർക്കുമ്പോൾ ഹെവിയായ ലോഹം താഴോട്ട് പോകും അല്ലെ? താഴോട്ട് പോകുന്നത് ഹെവിയായ എന്ത് സാധനം തന്നെ, ഒരു മണ്ണെടുത്ത് വെള്ളത്തിലിട്ടാല് പിന്നെ മണ്ണ് താഴോട്ട് പോകും അല്ലെ? ബഹിരാകാശത്ത് മണ്ണെടുത്ത് വെള്ളത്തിലിട്ടാൽ എന്ത് പറ്റും? മണ്ണും വെള്ളം അങ്ങനെ കിടക്കും. അതുപോലെ ഈ മെറ്റലർജിയിലെ ചില പരീക്ഷണങ്ങൾ, ആദ്യകാലത്ത് നടത്തിയ പരീക്ഷണങ്ങളിലെ പിന്നെ ഫാർമസ്യൂട്ടിക്കൽ സയൻസിൽ കുറെ പരീക്ഷണങ്ങൾ നടത്തിയൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും ഒരുപാട് വിവരങ്ങളൊന്നും നാസയുടെ സൈറ്റിൽ ലഭ്യമല്ല അവരെന്താണ് ചെയ്യുന്നത്. പിന്നെ കുറെയൊക്കെ കമേഴ്സ്യൽ അല്ലേ, അവർ ചെയ്യുന്നതിന്റെ വിവരങ്ങൾ അങ്ങനെയൊന്നും പുറത്തുവിടില്ല. പുറത്തുവിടുന്ന വിവരങ്ങൾ അവിടെ തക്കാളി ഉണ്ടാക്കി, പച്ചക്കറി ഉണ്ടാക്കി, ചെടി വളർത്തി, പയർ വളർത്തി, പിന്നെ അങ്ങനെയൊക്കെയാണ് പുറത്തുവിടുന്നത്. അല്ല, ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ആ ആവാസ വ്യവസ്ഥിതിയിൽ ചെയ്യാവുന്ന പരീക്ഷണങ്ങളാണ് ഡിസൈൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ?
ഓക്കെ സർ, താങ്ക് യു. അടുത്ത ചോദ്യം വളരെ പെട്ടെന്ന് ചോദിച്ചാൽ. സാർ ഒന്ന് ചോദിച്ചോട്ടെ? ചോദ്യം ചാറ്റ് ബോക്സിലുണ്ട്. ചാറ്റിലിട്ടിട്ടുണ്ട്. ഇല്ല, പ്രശാന്ത് സംസാരിച്ചു. ഞാൻ നാരായണനോട് പറഞ്ഞതാണ് ചാറ്റിലും കൂടെ ഉണ്ട് എന്നുള്ളത്. സാറ് പിന്നെ നമ്മുടെ സുനിത വില്യംസ് തിരിച്ചു വരുമ്പോ അവിടുന്ന് വിട്ടിട്ട് ഒരുപാട് സമയമെടുത്തിട്ടാണ് ഭൂമിയിലേക്ക് തിരിച്ചു വന്നതെന്ന് കേട്ടു. അത് എന്തായിരിക്കും സാർ കാരണം? ഇന്ന് എപ്പോഴും വൈകിട്ടാണോ ജോയിൻ ചെയ്തത്? ആദ്യമേ ഇല്ലേ? സാർ അത് സുനിത വില്യം ഈ ബഹിരാകാശ നിലയം 400 കിലോമീറ്റർ ഉയരത്തില്, 420 കിലോമീറ്റർ ഉയരത്തിലാണ്. അവിടെ നിന്ന് അവരെ ഇറക്കി വിട്ടാല്, ഞാൻ പറഞ്ഞില്ലേ, സോയൂസ് എന്ന് പറയുന്ന പേടകം ഭൂമിയിലെത്താൻ എടുക്കുന്നത് 3.5 മണിക്കൂറാണ്. ഇവര് രാവിലെ 8:30 അവര് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ അകത്തു നിന്ന് ഇവരുടെ ഈ ക്രൂ 9 എന്ന് പറയുന്ന പേടകത്തിന്റെ അകത്തേക്ക് കയറിയത്. പിന്നീടുള്ള 2 മണിക്കൂർ അവർ ഉടുപ്പിടലും ഈ യാത്രക്ക് വേണ്ടുന്ന തയ്യാറെടുപ്പുകളുമായിരുന്നു. അത് കഴിഞ്ഞ് 10:30 മണിക്കാണ് അൺഡോക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ISS-ഉമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് താഴോട്ട് വന്നു. അപ്പോ ഭൂമിയെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. ഇത് ഭൂമിയെ ഭ്രമണം ചെയ്യുന്ന ഒരു പേടകമാണ്. ISS അങ്ങ് പോയി, ഇവര് മാത്രമേ ഉള്ളൂ. ഇതിന് സ്വന്തം റോക്കറ്റുകളുണ്ട്, എങ്ങോട്ട് വേണമെങ്കിൽ തിരിയാൻ മറിയാൻ. ഈ പേടകത്തിന്റെ അകത്തൊരു ചെറിയ ട്രങ്കും ഉണ്ട്. ആ ട്രങ്ക് പിന്നീടാണ് കളഞ്ഞത്. ചെയ്യാവുന്ന ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് ചോദിച്ചാൽ, താങ്കൾ ചോദിച്ച പോലെ ചെയ്യാവുന്ന കാര്യം, നേരെ കുത്തരിങ്ങി ഇറങ്ങി വരാം അല്ലെ. അവിടുന്ന് നേരെ കുത്തരത്ത് ഔട്ടിങ് വന്നാല് ഈ നമ്മുടെ അന്തരീക്ഷത്തെ ഹിറ്റ് ചെയ്യുന്ന ആംഗിളൊക്കെ നേരെയായിരിക്കും. അങ്ങനെയല്ല അത് വരുന്നത്. നമ്മൾ വെള്ളത്തിലേക്ക് ഒരു കല്ലെറിയുമ്പോഴേ മുകളിൽ ഒരു കല്ലിടുന്നതിന് വരെ ചെരിച്ചെറിയുന്നില്ലേ? ഇപ്പൊ എനിക്കൊന്ന് മീനെ കാണുമ്പോഴൊക്കെ എല്ലാവരും ഈ കൂട്ടത്തിലുള്ളവരൊക്കെ എറിഞ്ഞാണ് അല്ലെ, ഇങ്ങനെ ചെരിച്ചൊരു കല്ലെറിയില്ലേ? അതുപോലെയാണ് ഇവര് ഭൂമിയിലേക്ക് ഇറങ്ങാൻ നോക്കിയത്. അന്തർദേശീയ നമ്മുടെ അന്തരീക്ഷത്തിന്റെ പാളികളിലേക്ക് ഒരു പ്രത്യേക ആംഗിൾ ഇങ്ങനെ ചെരിഞ്ഞ് കടന്നിട്ട് അങ്ങനെ വരാൻ വേണ്ടി അവർ ഭൂമിയെ ഏകദേശം ഒരു പ്രാവശ്യം പോലെ ഒരു ചുറ്റി എന്നിട്ടാണ് പതുക്കെ അവർ ഇറങ്ങിയത്. ഡി ഓർബിറ്റ് ചെയ്യാതായി പറയാം, ഓർബിറ്റിൽ നിന്ന് പുറത്ത് കിടക്കുക. അങ്ങനെയാണ് അവർ സമയം എടുത്തത്. പിന്നെ പതുക്കെ വന്നാൽ മതിയല്ലോ, സുരക്ഷിതമായി വരണം, പതുക്കെ വരണം, കാലാവസ്ഥ നോക്കി വരണം. ഇരിക്കുന്നത് 4 മനുഷ്യന്മാരാണ്. കൽപ്പന ചൗളയെ പോലെ കത്തിപ്പോകാനുള്ളതല്ല, സൂക്ഷിച്ച് വരണം, കൃത്യ സ്ഥലത്ത് ഇറങ്ങണം, എന്നാലേ നമ്മൾ കാത്തിരുന്ന കപ്പലുകൾ കിട്ടുള്ളൂ. അതുകൊണ്ട് പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. നമ്മൾ പറയില്ലേ പതുക്കെ പോയാൽ മതി, സൂക്ഷിച്ചു പോകുന്നു പറയില്ലേ, അത്രേ ഉള്ളൂ കാര്യം. സാറേ, മറ്റൊരു ചോദ്യം ചാറ്റിൽ വന്നത്, സാറിന്റെ തട്ടകം ISRO തന്നെ ആയിരിക്കും സാറിനോട് അത് ചോദിച്ചത്. നമ്മുടെ ബഹിരാകാശത്തേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്നതിൽ ISROയ്ക്ക് എത്രമാത്രം പങ്ക് വഹിക്കാനായിട്ടുണ്ടെന്ന്. നമുക്കൊരു ഹ്യൂമൻ സ്പേസ് പ്രോഗ്രാം ഉണ്ട്. 2026 കൊല്ലം ആദ്യത്തെ വാഹനം പോകും. 3 പ്രാവശ്യം മനുഷ്യനെ പോയതിനു ശേഷം, ഒരു ഹ്യൂമനോയിഡിനൊക്കെ കയറ്റിപ്പോയതിനു ശേഷം ബഹിരാകാശത്ത് പോകാനുള്ള 4 എയർഫോഴ്സുകാരെ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2 പേരുള്ള ഒരു പേടകം പോയി ഭൂമിയെ ഭ്രമണം ചെയ്ത് തിരിച്ചു വരുന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ. അത് അവരുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. 4 എയർഫോഴ്സുകാരെ തിരഞ്ഞെടുത്ത് വെച്ചു. ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. നമ്മുടെ LVM-3 എന്ന് പറയുന്ന വാഹനത്തില് ഈ വാഹനത്തിന് ചെറിയ പ്രശ്നമുള്ളതേ, മനുഷ്യനെ കൊണ്ടുവന്ന വാഹനം കൂടുതൽ സുരക്ഷിതമായിരിക്കും. അതുകൊണ്ട് അതിന്റെ ഹ്യൂമൻ റേറ്റിംഗ് കഴിയുന്നേ ഉള്ളൂ. ആദ്യത്തെ 3 എണ്ണം മനുഷ്യനെ കയറ്റാതെ പോകും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരുടെ പേടകമൊക്കെ ഈ സ്റ്റാർലൈനർ ആദ്യത്തെ 2 എണ്ണം മനുഷ്യനെ കയറ്റാതെയാണ് പോയത്. 3ാമത്തെയാണ് മനുഷ്യനെ കയറ്റുന്നത്. നമുക്കൊരു പരിപാടിയുണ്ട്, ഹ്യൂമൻ ഗഗൻയാൻ എന്നാണ് അതിന്റെ പേര്, ഹ്യൂമൻ സ്പേസ് പ്രോഗ്രാം. ISRO സൈറ്റിൽ കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. നമ്മളും ബഹിരാകാശത്ത് പോകും. മറ്റൊരു ചോദ്യം സാറേ ഇതിൽ വന്നത്, റഷ്യയുടെ സ്പേസ് ടെക്നോളജിക്ക് ഉള്ള മേന്മകൾ എന്താണ്? സാർ ഇപ്പൊ പറഞ്ഞതിനകത്ത് സോവിയറ്റ് യൂണിയന്റെ പ്രാധാന്യം അത് പറയാൻ ഞാൻ കമ്പീറ്റന്റ് അല്ല, എനിക്ക് അത്ര സ്പേസ് ടെക്നോളജി ഒന്നും അറിഞ്ഞുകൂടാ. പിന്നെ അവരുടെ മെത്തേഡുകളെല്ലാം അങ്ങനെയാണ്. അവരുടെ ചന്ദ്രനിൽ പോകാനുള്ള ആദ്യത്തെ ലൂന പേടകമൊക്കെ അവിടെ ചെന്ന് ഇടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. അങ്ങനെ അവരുടെ സോയൂസ് ഞാൻ പറഞ്ഞില്ലേ, അവരുടെ റോക്കറ്റ് 150 പ്രാവശ്യം പോയത്. ടെക്നോളജിയിൽ നല്ല വ്യത്യാസമുണ്ട്, വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുന്നതും സൂക്ഷിച്ചിരുന്നു. ഒരു ടെക്നോളജി ഇൻഡെപ്ത് പറയാൻ മാത്രമുള്ള കമ്പീറ്റൻസ് എനിക്കില്ല. അതുപോലെ ഒരു സംശയം, അനീഷാണ്. നമ്മുടെ ഈ ചൈനയുടെ ഇതുമായിട്ട് നമുക്ക് അധികം ഇൻഫോർമേഷൻസ് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവരും ഇതേ ടെക്നോളജി തന്നെയാണോ, അതോ അവര് വേറെ എന്തെങ്കിലും ആണോ ചെയ്യുന്നത്?
ടെക്നോളജി എല്ലാവരും നമ്മളിപ്പോ പ്രൊപ്പല്ലൻ ടെക്നോളജി ആയാലും നമ്മൾ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന ടെക്നോളജിയിൽ കാര്യമായ ബ്രേക്ക് ത്രൂ ഉണ്ടായത് ഈ എലോൺ മസ്കിന്റെ കാലത്താണ്. എലോൺ മസ്ക് മീതെയിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള എഞ്ചിനൊക്കെ ഉപയോഗിച്ചിട്ട് പോകാൻ വേണ്ടി. പണ്ട് നമ്മൾ സോളിഡ് എഞ്ചിനുകള്, പിന്നെ ലിക്വിഡ് എഞ്ചിനുകള്, നമ്മുടെ നാട്ടിലുള്ള എന്താണ്, പിന്നെ ക്രയോജനിക് എഞ്ചിനുകള്, പിന്നെ സെമി ക്രയോ, അതായത് കെറോസിനും ഓക്സിജനും ഉള്ള എഞ്ചിനുകൾ, ഇതൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അടുത്ത കാലത്താണ് നമ്മൾ പൊതുവെ കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ട് ഇതൊക്കെയാണ് അമേരിക്ക ആയാലും റഷ്യ ആയാലും ചൈന ആയാലും ഇന്ത്യ ആയാലും എല്ലാം ഉപയോഗിച്ചിരുന്നത് ഈ സാധനങ്ങൾ തന്നെയാണ്. നമ്മളെല്ലാം ഇതിലൊരു കാര്യം, ഇത് മിസൈല് ആവശ്യത്തിന് കൂടി ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതെല്ലാം സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യണം. അടുത്ത കാലത്താണ് മീഥെയ്ൻ ഉപയോഗിച്ചിട്ടുള്ള എഞ്ചിൻ ഉപയോഗിച്ചതൊക്കെ ഈ എലൺ മസ്കിന്റെ അവർ 2000 തുടങ്ങിയിട്ട് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് ഇന്നോവേഷൻസ് നടത്തിയിട്ടുണ്ട്. ടെക്നോളജിയിൽ പുതിയത് വന്ന ഇതാണ് പ്രൊപ്പൽ ടെക്നോളജിയാണ്. ബാക്കി ഇലക്ട്രോണിക്സിന്റെ അഡ്വാൻസ്മെന്റോടുകൂടി മാറുന്ന ടെക്നോളജി അല്ലേ ഉള്ളൂ. പ്രൊപ്പൽഷനാണ് ഒരു പ്രധാന ടെക്നോളജി ബ്രേക്ക്. പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞാല് പോകാനുള്ള ഊർജം നൽകുന്ന സംവിധാനങ്ങൾ. ഇതിന്റെ ആകെ കഴിയുള്ളൂ കാര്യം. അവർ റഷ്യൻ പറഞ്ഞോളൂ. ഞാൻ 4th ഗ്രേഡ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ചോദിച്ചോളൂ. അവര് ശരിക്കും 2 വീക്കിലല്ലേ പോയത്, ബട്ട് അവര് 9 months എടുത്തിട്ടില്ല തിരിച്ചു വരാൻ. അപ്പൊ അവര് ഫുഡും കാര്യങ്ങളിലും എവിടുന്ന് കിട്ടും? ഫുഡൊക്കെ അവിടെ ഉണ്ട്. അവര് 2 വീക്കിലാണ് പോയത്. 2 വീക്കല്ല, 8 ദിവസത്തേക്കാണ് പോയത്. 259 ദിവസം ഉണ്ടായിരുന്നു. അവർക്ക് ഫുഡൊക്കെ അവിടെ ഉണ്ട്, അവിടെ സപ്ലൈ ഉണ്ട്, അവിടെ വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലോ. അവർക്ക് കൊണ്ടുപോയ ഫുഡിന്റെ കൂട്ടത്തിൽ ഇവരുടെ ഫുഡ് കൂടി കഴിക്കാം. സർ, അനിലാണ്. എനിക്കൊരു ഇതുള്ളത്, നമ്മുടെ ഈ ഇതിപ്പോ നമ്മളിപ്പോ ISS ഡീകമ്മീഷൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മള് എങ്ങനെയായിരിക്കും ഒരു ഡീകമ്മീഷൻ മെത്തഡോളജി? ISSന്റെ കഥ പറഞ്ഞാലേ, അമേരിക്കക്കാർക്ക് സ്വന്തം സ്പേസ് സ്റ്റേഷൻ വേണമായിരുന്നു. ആ കാലത്താണ് യൂറോപ്യൻ യൂണിയൻ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത്. ജപ്പാന് സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്നത് പറഞ്ഞു. സോവിയറ്റ് യൂണിയന്റെ മീർ അവിടെ ഉണ്ട്. ചൈനക്കാർ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്നു. ആ കാലത്ത് അമേരിക്കക്കാർക്ക് തോന്നിയൊരു ബുദ്ധിയാണ്, എല്ലാവരും കൂടി ചേർന്ന് ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കിയാൽ എന്താണ്. അങ്ങനെയാണ് 5 രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് സോവിയറ്റ് യൂണിയൻ അല്ലാന്ന് നമുക്ക് റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, കാനഡ, ജാക്സ, ഇപ്പൊ 15 വരായിട്ടുണ്ട്. അവരെ ചേർത്തിട്ട് ഒരു കോഓപ്പറേറ്റീവ് സാധനം ഉണ്ടാക്കിയതാണ്. ഇപ്പൊ പറയുന്നത് അമേരിക്കക്കാർക്ക് 40 വരെ കൊണ്ടുപോയിക്കൊള്ളാന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 30 ഇറക്കാന്നാ തീരുമാനിച്ചത്. ഏറ്റവും അവസാനത്തെ വാർത്ത, ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, 2 കൊല്ലം കൂടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് റഷ്യ പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്. ഇനി 2 കൊല്ലം കൂടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുള്ളൂ അതിനെ. 25-28 വരെ. അപ്പൊ സപ്പോർട്ട് ചെയ്യാതെ ഒരുപാട് സാമ്പത്തിക ബാധ്യതകളല്ലേ, സപ്പോർട്ട് ചെയ്യാതെ അതിനോട് പിടിച്ചു നിർത്താൻ നോക്കില്ല. പിന്നെ അത് പഴയതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കരാറ് കൊടുത്തിട്ടുണ്ട്. ഈ എലോൺ മസ്കിന് തന്നെയാണ് അത് പൊളിച്ചു കൊണ്ടുവരാനുള്ള കരാറ് കൊടുത്തിരിക്കുന്നത്. വലിയ നഷ്ടമായിരിക്കും ഇങ്ങനെ ഒരു നിലയം പൊളിച്ചു. മാനത്തെ കൊട്ടാരം ഞാൻ എവിടെ എഴുതിയിട്ടുണ്ട്, ശരിക്കും ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, എവിടെ ഒന്നും ഓർമ്മയില്ല. ശരിക്കും ഒരു കൊട്ടാരം തന്നെയാണത്. അത് പൊളിച്ചുകൊണ്ട് വരുന്ന പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും സുനിത വില്യംസ് വൈകിയതിനേക്കാളും വലിയ വേദനയാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, നമുക്ക് ഒരിക്കലും പോകാൻ ഒക്കില്ല. അതിനെ കൊണ്ടുള്ള ഒരു ഗുണം നമുക്ക് കിട്ടിയെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും ആകാശത്ത് ഇത്രയും വലിയൊരു കൊട്ടാരം എടുത്തിട്ട് പൊളിച്ചു കളയാൻ പറയുമ്പോഴേ ഒരു കഷ്ടം തോന്നുന്നു. അത്രേ ഉള്ളൂ. സാറേ, മറ്റൊരു ഒരു സെക്കൻഡ്, പ്രധാന ഒരു ചോദ്യം വന്നത്, ഈ തിരിച്ചു വരവില് ഈ ഇത്രയും താപം ഉയരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന, ഇപ്പൊ ഇവര് സുനിത വില്യംസ് വന്നപ്പോ തന്നെ നമ്മൾ വായിച്ചത്, പുറത്തെ ഒരു കവചം കത്തി തീർന്നു, അതിനകത്തുള്ള കാപ്സ്യൂളിലാണ് യാത്ര എന്ന്. അപ്പൊ ആ പ്രതിരോധിക്കാനുള്ള പ്രധാനപ്പെട്ട രീതികളൊക്കെ ചെറുതായിട്ടൊന്ന് സാറൊന്ന് പറഞ്ഞു തന്നാൽ. കത്തിത്തീർന്നല്ല, ഈ ഭൂമിയിലെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോഴുള്ള ഘർഷണം കൊണ്ടുള്ള ചൂടാണ് ഇവിടുത്തെ പ്രശ്നം. മനസ്സിലായോ? സുനിത വില്യംസ് വന്ന പേടകത്തിന് ഒരു ട്രങ്ക് ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. ഈ ട്രങ്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് അഴിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് ഇറങ്ങിയത് ഈ മൊനയുള്ള ഭാഗം താഴോട്ടായിട്ടല്ല. കേൾക്കുന്നുണ്ടോ ആരാണ്? മൊനയുള്ള ഭാഗം താഴോട്ടായിട്ടല്ല, ഫ്ലാറ്റായ ഭാഗം താഴോട്ടായിട്ട്. അത് കടക്കുമ്പോ അതിന് 4000 ഡിഗ്രി എന്നൊക്കെ പറയും. 4000 ഡിഗ്രി ഫാറൻഹീറ്റ്, 1650, 1600-1700 ഡിഗ്രി ഒക്കെ ആവും. നല്ല പഴുക്കാന്ന് പറയും. നമ്മള് കമ്പി അല്ലെങ്കിൽ ഇരുമ്പ് അടുപ്പിൽ വെച്ച് പഴുപ്പിച്ചതുപോലെ പഴുക്കും. അപ്പോ അതിന്റെ അകത്തിരിക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഉപകരണങ്ങൾക്കോ
പാരച്യൂട്ട്, ഇങ്ങനത്തെ ഒരു സാധനങ്ങൾക്ക് ഒരു കേട് പറ്റാത്ത രീതിയിലുള്ള ഒരു തെർമൽ ഇൻസുലേഷൻ കൊണ്ട് ഇത് പൊതിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പുറത്തുള്ള ചൂട് അകത്തെത്തൂല. ഇതിലാണ് പറഞ്ഞത് ഒരു പാള് ഇളകിപ്പോയത് കൊണ്ടാണ് കൽപ്പന ചൗളയുടെ പേടകം കത്തി നശിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞത് അത് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇളകിപ്പോയത് ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് നമ്മളുടെ കയ്യിൽ നമുക്ക് SRE എന്ന് പറയുന്നൊരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു, സ്പേസ് ക്യാപ്സ്യൂൾ റിക്കവറി എക്സ്പെരിമെന്റ്. ഇതേപോലെ ബഹിരാകാശത്ത് കൊണ്ടുപോയി ഒരു പേടകത്തിന് 12 ദിവസം കഴിഞ്ഞ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ഇതേപോലെ ഈ താപം സഹിച്ചുകൊണ്ട് കടലിൽ വീണ ഒരു പേടകമുണ്ട്. എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് ആരെങ്കിലും പോകുമ്പോൾ അവിടെ സ്പേസ് മ്യൂസിയം എന്ന് പറയുന്ന സാധനമുണ്ട്, വിക്രത്താറാബായ് സ്പേസ് സെന്ററിൽ. അവിടെ ഈ സാധനം എക്സിബിഷൻ വെച്ചിട്ടുണ്ട്. അതിന്റെ പുറത്ത് കറുത്ത കുറെ ടൈലുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ ടൈലുകളാണ് ഈ 2000 ഡിഗ്രി താപത്തിന്റെ ഒരു ചൂടും അകത്ത് പോകാതിരിക്കാൻ വേണ്ടി അതിനെ പ്രൊട്ടക്ട് ചെയ്യും. നമുക്ക് സ്വന്തമായി ഡെവലപ്പ് ചെയ്ത സാധനങ്ങളുണ്ട്, എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. ഒട്ടും ചൂടകത്ത് പോകില്ല. പോയ കാര്യമില്ല, പോയ തീർന്നു. ഡൗട്ട് ചോദിച്ചോട്ടെ മാഷെ, ഈ ടൈലുകൾ എന്ത് മെറ്റീരിയൽ കൊണ്ടായിരിക്കും സാറേ? സിലിക്ക ടൈൽസ്, ബേസിക്കലി സിലിക്ക വളരെ സോഫ്റ്റ് സിലിക്ക ടൈൽസ്. ഓക്കെ, ഓക്കെ. എന്റെ ഡൗട്ട്, പിന്നെ സാറ് പറഞ്ഞില്ലേ ഈ സുനിത വില്യംസ് സ്പേസ് വാക്ക് ചെയ്തതിനെ പറ്റി, അതൊരു വളരെ ഭയങ്കര ധൈര്യം വേണ്ട കാര്യമാണ്. കാരണം അതിന്റെ ഇടയിൽ സ്പേസ് സ്റ്റേഷൻ വിട്ടുപോയാൽ പിന്നെ പിടിക്കാൻ പറ്റിയാന്നാണ്. ഒരു ദിവസം സ്പേസ് സ്റ്റേഷൻ ഭൂമിനെ 16 ടൈംസ് ഓർബിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഇത് അടുത്ത ഓർബിറ്റിംഗിൽ പിടിക്കാൻ പറ്റില്ല, അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇനഫ് ഓക്സിജൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഐ മീൻ അത് കുറച്ചും കൂടി വിശദമായിട്ട് പറയണം. അവർ അഥവാ പെട്ടുപോയെങ്കിൽ അവർക്ക് പോകാൻ വേണ്ടി കൊച്ചു റോക്കറ്റുകളൊക്കെ അവരുടെ കൂടെ ഉണ്ട്. മനസ്സിലായി? ആ ടെതർന്ന് വിട്ടുപോകാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന വേഗതയല്ല. ഒരു സെക്കൻഡിൽ 8 കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നത്. ഓടിപ്പിടിക്കാൻ നോക്കൂല. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വേണമെങ്കിൽ പിടിക്കാൻ ഒന്നുമില്ലാതെ നിന്നിട്ടുണ്ട്. അയാളെ പേരേക്ക് ഓർമ്മയില്ല. അങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്, സ്വന്തം മാനുവർ ചെയ്ത് പോയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള അഭ്യാസത്തിന് പോണോ? അഥവാ പോയെങ്കിൽ എന്ത് പറ്റും? അഥവാ കിട്ടിയില്ലെങ്കിൽ, അടുത്ത പ്രാവശ്യം ബസ് കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? അടുത്തതിലും കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? ഇത് സ്പേസ് ആണ് വേണം, റോഡല്ല, റെയിലല്ല, റോഡല്ല. ഓർബിറ്റ് ചെയ്ത് നിങ്ങൾ ആകാശത്താണ്. ആകാശത്ത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്രയും പോലെ സാധനത്തിനാണ് നിങ്ങൾക്ക് പിടിക്കേണ്ടത്. ഒന്ന് വിഷ്വലൈസ് ചെയ്തു. എനിക്ക് തോന്നുന്നില്ല അടുത്ത പ്രാവശ്യം കിട്ടുമെന്ന്. അങ്ങനെ ടെതർ വിട്ടുപോകാൻ പാടില്ല. എന്തിനാ ടെതർ വിട്ടുപോകുന്നത്? ഇങ്ങനത്തെ അഭ്യാസം കാട്ടുന്നത് എന്തിനാ? തിരിച്ചതിൽ കയറിയാൽ പോരെ. അഥവാ കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? വേഗത കുറഞ്ഞിട്ട് ഭൂമിയിലേക്ക് വീഴുമ്പോൾ നേരത്തെ പറഞ്ഞ തെർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇല്ലാതെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കും. ബാക്കി ഞാൻ പറയുന്നില്ല. ഒരു തീച്ചൂള മാത്രം കാണാം, അല്ലെ? അതാണ് സംഭവിക്കുക. സാറിന് അല്പസമയം കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? എനിക്ക് കഞ്ഞി ഉണ്ടാക്കി കുടിക്കണം, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം ചോദിക്കേണ്ടവർക്ക് ചോദ്യം നേരിട്ട് ചോദിക്കാം സാറിനോട്. നോ ഇഷ്യൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞതിന്റെ ബാക്കിയൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഈ സ്പീഡ് ഓർബിറ്റിലല്ലേ ഇത് ഇങ്ങനെ കറങ്ങണേ? അപ്പോ ഈ സ്പീഡ് കുറയാന്നുള്ള അന്തരീക്ഷം ഇല്ലല്ലോ, സ്പേസ് അല്ലേ? അപ്പൊ സ്പീഡ് കുറയാന്നുള്ള അവസ്ഥ ഉണ്ടാവോ? ഉണ്ട്, സ്പീഡ് കുറയാന്നുണ്ട്. അത് നല്ലൊരു ചോദ്യമാണ്, അടിപൊളി ചോദ്യമാണ്. ഈ ഈ ബഹിരാകാശത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട്, അതാണ് ഇപ്പം നിങ്ങൾ ചോദിച്ച ഫിസിക്സ്. അതായത് അവിടെ ഫ്രിക്ഷന് വേണ്ടി യാതൊന്നുമില്ല. ഈ പേടകം അവിടെ വിട്ടാൽ അതിന്റെ സ്പീഡ് കുറയാനുള്ള ഒരു സാധ്യതയില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞതിന്റെ ചുരുക്കം, അല്ലെ? അവിടെയും ഒരു ക്യൂബിക് മീറ്ററിൽ ഒന്നോ 2 കണികകൾ കാണും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീറോ ഗ്രാവിറ്റി ഇല്ല, അബ്സല്യൂട്ട് വാക്വം ഇല്ല. അപ്പോ നിങ്ങൾ കുറെ ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടി നിങ്ങളുടെ സ്പീഡ് കുറയാം. അതൊന്ന്. 2, ഇങ്ങനെ എന്താണ് സയൻസ് മൂവിയിലൊക്കെ കാണുമ്പോലെ ഒരുപാട് മെറ്റ്യൂർ ഷവറൊക്കെ ഉള്ള സാധനമാണ്. അതിലൊന്നും നിങ്ങളെ വന്ന് ഇടിച്ചുകൂടായിക്കൊന്നുമില്ല. അതൊന്നും ഇടിച്ചില്ലെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ സ്പീഡ് കുറേശ്ശെ കുറയും. സ്പീഡ് കുറഞ്ഞാൽ എന്ത് പറ്റും? നിങ്ങളുടെ ഓർബിറ്റിന്റെ ഹൈറ്റ് കുറഞ്ഞ് നിങ്ങൾ ഡി ഓർബിറ്റ് ചെയ്ത് ചുറ്റി വരും. അബ്സല്യൂട്ടായി
സ്പീഡ് കുറയാതിരിക്കുന്ന ഒരവസ്ഥയില്ല, സ്പീഡ് കുറയും. അതുകൊണ്ടാണ് നമ്മൾ വിക്ഷേപിക്കുന്ന സാറ്റലൈറ്റുകൾ പോലും അതിന് ഒരു ഹെൽത്ത് മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. അത് സ്പീഡ് കുറഞ്ഞാൽ വീണ്ടും പഴയ സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി ചെറിയ ത്രസ്റ്ററുകളും മാനേജ്മെന്റും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു അവിടെ വിട്ടാൽ, നിങ്ങൾ പറയുന്നത് ന്യൂട്ടന്റെ ഒന്നാമത്തെ നിയമമാണ്, അവിടെ അങ്ങ് വിട്ടാൽ പിന്നെ യാതൊന്നും സംഭവിക്കൂല, അങ്ങനെ അങ്ങ് കറങ്ങിക്കൊണ്ടിരിക്കും ജീവിതകാലം മുഴുവൻ. അങ്ങനെയല്ല സ്ഥിതി. അവിടെ ചെറിയ കണികൾ ഉണ്ടാവും, സ്പീഡ് കുറയും. സാറ് ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ? എൻ്റെ പേര് ധനേഷ്. ഞാൻ ഈ വേലിയിലും അതുപോലെ തന്നെ വലിയ മലയിലും പല പ്രാവശ്യം വന്നിട്ടുണ്ട് മറ്റേ സപ്പോർട്ടിന്റെ ഭാഗമായിട്ട്. ഈ വേലിയിലുള്ളതും വലിയ മലയും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം, അവിടെ എന്ത് പരിപാടികളാണ് കൂടുതൽ നടക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. രണ്ടാമത് ഹബിൾസ് ടെലസ്കോപ്പിനെ കുറിച്ചൊന്ന് കുറച്ചുകൂടി വിശദമാക്കിയാൽ നന്നായിരുന്നു. പിന്നെ ആദ്യ ഓർഗനൈസേഷൻ പാർട്ട്, ISROയുടെ ആദ്യത്തെ ഓഫീസ് തുറന്നത് തുമ്പയിലാണ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദിലായിരുന്നു. അത് കഴിഞ്ഞ് തുമ്പയിലാണ് ആദ്യത്തെ വിക്ഷേപണം, റോക്കറ്റ് വിക്ഷേപണം നടന്നത്. തുമ്പ എന്ന് പറയുന്നത് നമ്മൾ റെയിലിൽ കൂടി പോകുമ്പോൾ കടലിന്റെ ഭാഗത്തുള്ള സാധനമാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ റോക്കറ്റ് പ്രൊപ്പലൻ പ്ലാന്റും ആ കുന്നിന്റെ മേലെ സ്പേസ് ടെക്നോളജി സെന്ററും ഒക്കെ കന്ന് സാരാഭായി അന്തരിച്ചു കഴിഞ്ഞപ്പം അതിന് വിക്രം സാരാഭായി സ്പേസ് സെന്റർ എന്ന് പേരിട്ടു 1972. അവിടെ 7 കേന്ദ്രങ്ങൾ, ചെറിയ കേന്ദ്രങ്ങൾ ഉണ്ടായതെല്ലാം ചേർത്തിട്ടാണ് റോക്കറ്റ് ഉണ്ടാക്കാനുള്ള ഗവേഷണം നടത്തുന്ന കേന്ദ്രം. റോക്കറ്റ് ഉണ്ടാക്കുന്നൊന്നുമില്ല അവിടെ, ചെറിയ റോക്കറ്റ് ഉണ്ടാക്കുന്നുള്ളൂ, അതൊക്കെ ഇൻഡസ്ട്രിയിലാണ് ഉണ്ടാക്കുന്നത്. ഒരു ഗവേഷണ കേന്ദ്രമാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ PSLV തുടങ്ങിയപ്പം ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കി. കാര്യം ദ്രവ ഇന്ധനങ്ങൾ ഉണ്ടാക്കാനുള്ള ഗവേഷണത്തിന് വേണ്ടി ഒരു കേന്ദ്രം ഉണ്ടാക്കി. ആ കേന്ദ്രമാണ് വലിയ മലയിൽ സ്ഥാപിച്ചത്. ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള 3 പ്രധാന കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ 2 പ്രധാന കേന്ദ്രങ്ങളിൽ റോക്കറ്റിന്റെ അടിസ്ഥാന ഗവേഷണങ്ങളെല്ലാം നടക്കുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലും ദ്രവ ഇന്ധന റോക്കറ്റുകളുടെ ഗവേഷണങ്ങൾ നടക്കുന്നത് വലിയ മലയുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിലുമാണ്. ഈ ചോദിച്ചുകൊണ്ട് മറ്റൊരു കാര്യം കൂടി പറയാം. അവിടെ ചെറിയ കേന്ദ്രം വേറെ ഉണ്ട്, ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ് എന്ന് പറഞ്ഞൊരു വട്ടിയൂർക്കാവ് ഒരു കേന്ദ്രമുണ്ട്. ഇനി ഇസ്രോക്ക് വേറെയും കേന്ദ്രങ്ങളുണ്ട്. ഇതുപോലെ ശ്രീഹരിക്കോട്ടയാണ് നമ്മുടെ പ്രധാന വിക്ഷേപണ കേന്ദ്രം. സാറ്റലൈറ്റ് ഉണ്ടാക്കുന്നതിന്റെ എല്ലാ ഗവേഷണങ്ങളും നടക്കുന്നത് ബാംഗ്ലൂരിലുള്ള ഇപ്പോൾ UR റാവു സ്പേസ് സെന്റർ എന്നറിയപ്പെടുന്ന പഴയ ഇസ്രോ സാറ്റലൈറ്റ് സ്പേസ് സെന്ററിലാണ്. പിന്നെ സാറ്റലൈറ്റ് ആപ്ലിക്കേഷൻ നടത്തുന്ന കേന്ദ്രം അഹമ്മദാബാദിലുണ്ട്. ഈ നേരത്തെ ചോദിച്ച ഹ്യൂമൻ സ്പേസ് പ്രോഗ്രാമിന് വേണ്ടി മാത്രം ഒരു കേന്ദ്രം ബാംഗ്ലൂർ പ്രവർത്തിക്കുന്നുണ്ട്. ട്രാക്കിംഗ്, അതായത് ഈ ആകാശത്തുള്ള വാഹനങ്ങളെല്ലാം കാണാനും നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ഒക്കെയുള്ള 2 കേന്ദ്രങ്ങളുണ്ട്. ഒന്ന് ബാംഗ്ലൂരുണ്ട്, ഒന്ന് ഹാസനിലുണ്ട്. അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ കേന്ദ്രങ്ങളുണ്ട്. അതിൽ 2 പ്രധാന കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്തുള്ളതിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത്. ഇനി രണ്ടാമത്തെ ചോദ്യം ഞാൻ മറന്നു. എൻ്റെ എന്തായിരുന്നു? ഹബിൾ ടെലസ്കോപ്പ്. ഹബിൾ ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ഉള്ളറകളിലേക്ക് ഊളിയിട്ട്, മലയാളം പറഞ്ഞ ഊളിയിട്ട് അൾട്രാ വയലറ്റ് റേസും വിസിബിളും ഒക്കെ ആയ 2 തരം ടെലസ്കോപ്പുകൾ ഭൂമിയിൽ നിന്ന് നോക്കിയാലേ മുകളിലോട്ട് നോക്കിയാൽ പ്രധാനമായിട്ട് പൊടിയൊന്നുമില്ലാത്ത ഒരു സ്ഥലമാണ് ഈ ഹബിൾ ടെലസ്കോപ്പ്. 550 കിലോമീറ്റർ ഉയരത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ നോക്കിയാൽ കാണാത്ത എത്രയോ കാര്യങ്ങൾ കാണാം. പിന്നെ അതിന് ടെലസ്കോപ്പിന്റെ മിററൊക്കെ വളരെ വളരെ വലുതാണ്. അതുകൊണ്ട് അതെടുത്ത ചിത്രങ്ങൾക്ക് കയ്യും കണക്കുമില്ല. കുറെ കൊല്ലായില്ലേ അതിന്റെ ചിത്രങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് പ്രപഞ്ചത്തിന്റെ ഉള്ളറകളിലേക്ക് ഊളിയിടാം. അതിൽ കൂടെ എന്ന് പറയാനാ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കും ചിത്രങ്ങൾ കാണുന്നു. ഇപ്പൊ അതിനേക്കാളും നല്ല ടെലസ്കോപ്പ് വന്നിട്ടുണ്ട്. നല്ലതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അല്ല, IR ഒക്കെ കാണാവുന്ന ടെലസ്കോപ്പ്, ജെയിംസ് വെബ് ടെലസ്കോപ്പ്. നിങ്ങൾ കേട്ടുകാണോ എന്നറിയില്ല. ജെയിംസ് വെബ് എന്ന് പറഞ്ഞാല് ചന്ദ്രദൗത്യങ്ങൾ നടക്കുന്ന കാലത്ത് നാസയുടെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്ററുടെ പേരായിരുന്നു ജെയിംസ് വെബ്. അദ്ദേഹത്തിന്റെ പേരിൽ ടെലസ്കോപ്പ് ഉണ്ട്. അത് പക്ഷെ ഈ ദൂരത്തിലല്ല, അത് ഭൂമിയുടെയും ചന്ദ്രന്റെയും പിന്നെ 1.5 ലക്ഷം കിലോമീറ്ററോ എനിക്ക് ഓർമ്മയില്ല, അത്രയും അകലത്തിലാണ്. ഇത് റിപ്പയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് റിപ്പയർ ചെയ്യാൻ വേറൊന്നും പറ്റില്ല. ഇത് ഈ നമ്മുടെ അന്തർദേശീയ ബഹിരാകാശ നിലയത്തിൽ പോയിട്ട് ആൾക്കാരായിട്ട് മിറർ കേടുവരുന്ന റിപ്പയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു ടെലസ്കോപ്പ്, വളരെ വലിയൊരു ടെലസ്കോപ്പ്. ഇപ്പോഴും ചിത്രങ്ങൾ കാണാം. ഹബിളിൽ പോയാൽ പുതിയ പുതിയ ചിത്രങ്ങൾ, നമുക്കൊന്നും മനസ്സിലാവാത്ത അങ്ങ് ദൂരം പണ്ടെങ്ങാണ്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന നക്ഷത്രങ്ങളുടെ ചിത്രങ്ങൾ. കാര്യം പ്രകാശവർഷ അകലെയാണ്. അത് പൊട്ടിത്തെറിച്ചിട്ട് കുറെ വർഷങ്ങളായെങ്കിലും നമ്മളിപ്പോഴാണ് കാണുന്നത്. ഇനി നമുക്ക് നിർത്തിക്കൂടെ? 9:45.
നിങ്ങൾക്ക് 7 എത്രയായി? പക്ഷെ ഒരു ചോദ്യം കൂടെ ചോദിച്ചോളട്ടെ. ഇവിടെ ഈ വേഗം കുറയുമ്പോ പെട്ടെന്ന് ചോദിച്ചു, ISSന്റെയും പെട്ടെന്ന് ചോദിച്ചോളൂ. ISSനും ഈ ഒരു പ്രശ്നമുണ്ടല്ലോ, ISSന്റെയും വേഗം അപ്പൊ നിരന്തരം ട്രസ്റ്ററുകൾ കത്തിച്ചുകൊണ്ടിരിക്കും ISS അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇല്ല, അതിന് ഹെൽത്ത് മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്, ട്രസ്റ്റുകളൊക്കെ ഉണ്ട്. വേഗത കുറയാൻ സമ്മതിക്കില്ല. വേഗത കുറയാൻ സമ്മതിക്കും. കുറെ കൂടി വലിയ ബോഡിയല്ലേ ഈ ബഹിരാകാശ നിലയങ്ങളുടെ ഒരു പ്രശ്നം. അതിൽ പ്രൊപ്പൽഷൻ സിസ്റ്റം വളരെ കുറവാണ് എന്നുള്ളതാണ് കാര്യം. അല്ലെങ്കിൽ അതിൽ സ്വന്തമായി തിരിച്ചു കൊണ്ടുവരാം. സ്വന്തമായി തിരിച്ചു വരാൻ പറ്റാത്ത ഉള്ള ഒരു സംവിധാനമാണ്. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, പക്ഷെ എന്തായാലും അതിന്റെ വേഗത കുറയും. അത് നിയന്ത്രിച്ചേ പറ്റുള്ളൂ. ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. എവിടെയാണ് ട്രസ്റ്റ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാതാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇയാളെ നോക്കിയിട്ട് എന്റെ കോണ്ടാക്ട് ID എടുത്താൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ഒരു നല്ല ചോദ്യമാണ്. എവിടെയാണ് ഒരു ചോദ്യം പെട്ടെന്ന് ചോദിച്ചു. സാറേ, ശ്രീധരൻ സാറേ, ഈ ഒരു കുട്ടിയോടെ ചോദിച്ചുല്ലോ ഇതിനെ കുറിച്ച്. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതിൽ ചേരാൻ എങ്ങനെയാണ് എന്നൊരു ജസ്റ്റ് ചെറിയൊരു ഐഡിയ കൊടുക്കാമോ? പിന്നെ സാർ, ഇന്ത്യക്ക് ഈ സ്പേസ് ഷട്ടിലിനെ കുറിച്ച് എന്താണ് സാധ്യതകൾ വരിക അതൊന്ന് പറയാമോ? താങ്ക് യു സാർ. നല്ല ചോദ്യം തീരെ മനസ്സിലായില്ല. കുട്ടികൾക്ക് എവിടെ ചേരാനാണ്? അല്ല, ഈ ISRO ഇങ്ങനെ സാറ് പോലെ ഒരു സയന്റിസ്റ്റ് ആവാൻ അവർക്ക് വേണ്ട ഒരു ഗൈഡൻസ്, അതാണ് ചോദിച്ചത്. നന്നായി പഠിക്കുക, ജോലി കിട്ടുക. ISRO കുട്ടികൾക്ക് വേണ്ടി ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. യുവിക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. യുവിക എനിക്ക് തോന്നുന്നത് 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു 2 ആഴ്ചത്തെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ISRO വെബ്സൈറ്റിൽ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ഒന്ന് പോയി നോക്കൂ. കാര്യം ചെറിയ കുട്ടികൾക്ക് നിങ്ങൾക്ക് അവിടെ തന്നെ ഓർഗനൈസ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. കുറേ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒരു വീക്കിൽ ഇപ്പോൾ ഒരു എക്സ്പോസ് ഉണ്ടാക്കാവുന്ന ഇന്ത്യൻ അല്ല, മൊത്തം ബഹിരാകാശ ഗവേഷണത്തെ കുറിച്ച് എക്സ്പോഷർ ഉണ്ടാക്കാൻ നിങ്ങൾക്കൊരു വെക്കേഷനിൽ 2, 3, 4 ദിവസം അറേഞ്ച് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതിലൊക്കെ റിസോഴ്സിലൊക്കെ ഇഷ്ടംപോലെ കിട്ടാനില്ലേ, ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഒന്നും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. നിങ്ങളായിട്ട് ഓർഗനൈസ് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇഷ്ടംപോലെ വിവരങ്ങൾ അവൈലബിൾ അല്ലേ, ഒന്ന് ചാനലൈസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ജോലിക്ക് ചേരാനാണെങ്കിൽ പിന്നെ പൊതുവെ ഞാൻ പറയുക നല്ല കോമ്പറ്റീറ്റീവാണ്. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് അവസരങ്ങളുണ്ട്, മറ്റ് അവസരമുണ്ട്. പിന്നെ കൂടുതൽ അവസരങ്ങൾ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കാണ്. സയൻസുകാർക്കും അവസരമുണ്ട്, PhD കഴിഞ്ഞവർക്ക് അവസരമുണ്ട്, MTech കഴിഞ്ഞവർക്ക് അവസരമുണ്ട്. ഏറ്റവും കൂടുതൽ എണ്ണത്തിൽ വരുന്നത് BTech കഴിഞ്ഞ് എഞ്ചിനീയേഴ്സിന് പരീക്ഷയുണ്ട്. ആ പരീക്ഷ പാസ്സായിട്ടാണ്. എനിക്ക് തോന്നുന്നു 2 ലക്ഷം പേരൊക്കെ എഴുതാറുണ്ടെന്ന് തോന്നുന്നു എല്ലാ കൊല്ലവും പരീക്ഷ. പിന്നെ ISROക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ്, നേരത്തെ പറഞ്ഞ വലിയ മലയിൽ. അവിടെ അഡ്മിഷൻ കിട്ടിയാൽ നന്നായി പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. പണ്ട് എല്ലാവരെയും എടുക്കുമായിരുന്നു, ഇപ്പം മിടുക്കന്മാർ മാത്രം എടുക്കുന്നൊരു സംവിധാനമുണ്ട്. അങ്ങനെ പല പല വഴികളുണ്ട്. നമ്മൾ ഈ ഷോർട്ട് സ്പെല്ലിൽ പറഞ്ഞു നിൽക്കാവുന്നതല്ല. എപ്പോഴെങ്കിലും ബന്ധപ്പെട്ടാൽ മെയിൽ ലെവലിൽ ബന്ധപ്പെട്ടാൽ എനിക്കറിയുന്നത് ഞാൻ പറഞ്ഞുതരാം. സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. പക്ഷെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഫറൂഖിന്റെ അടുത്ത് മെയിൽ ID മേടിച്ചോളും, എന്നിട്ട് നേരിട്ട് ഒരു കരിയർ ഗൈഡൻസ് ആയിട്ട് നമ്മള് കരിയർ ഗൈഡൻസ് ഒന്നും ഞാൻ സാറിന്റെ അല്ല, ഞാൻ പെർമിഷൻ ഇഷ്യൂസ് ഉണ്ട്, പക്ഷെ സുഹൃത്തുക്കളെ, നമുക്ക് ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇത്രയേറെ വിവരങ്ങളുടെ ഒരു കലവറ എന്ന് തന്നെ പറയാം അനുഭവിച്ച് കിട്ടിയ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇത്രയേറെ വിവരങ്ങൾ പകർന്നു തരാൻ കഴിഞ്ഞ്, അതും വളരെ മനോഹരമായിട്ട് നമ്മളിൽ ഒരാളായിട്ടിരുന്ന് നമ്മളോട് ചർച്ച ചെയ്ത് ഫ്രണ്ട്സ് ഓഫ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അബുദാബി ചാപ്റ്ററിന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്.